ഹായ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രി എ ടു സെഡ് സീരീസിൻ്റെ ഹാലോ ആൽക്കെയിൻസ് എന്ന ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന് മുമ്പുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ നിർബന്ധമായിട്ട് മുമ്പുള്ള വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്ലാസ് കണ്ടിട്ട് ഗുണമുള്ളൂ. കാരണം മുമ്പ് ആവർത്തിച്ച റിയാക്ഷൻസൊക്കെ നമ്മളിവിടെ റഫർ എന്നെഴുതി വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വൃത്തിയായിട്ട് കാര്യങ്ങളെല്ലാം തുടക്കം മുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാലോ ആൽക്കെയിൻസ് കാണിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഹാലോ ആൽക്കെയിൻ പ്രധാനമായും കാണിക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ബാക്കിയുള്ള രണ്ട് റിയാക്ഷൻസ് അടുത്ത പാർട്ടിൽ കാണാം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചത്. ആ റിയാക്ഷൻസും ഹാലോ അരീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് കാണിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ രണ്ടാമത്തത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും എലിമിനേഷൻ റിയാക്ഷൻസ്. ആരടാ? എലിമിനേഷൻ റിയാക്ഷൻസ് മുമ്പത്തെ വീഡിയോയിലുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായി അവിടെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും എലിമിനേഷൻ റിയാക്ഷൻസ്. അപ്പോൾ രണ്ടാമത്തെ ഹെഡിങ് എഴുതിക്കോളൂ, എലിമിനേഷൻ റിയാക്ഷൻസ്. അതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ റിയേജൻറ്റുകളാണ്. ആരാണ് കുഞ്ഞെ? റിയേജൻറ്റ്. അപ്പോൾ എലിമിനേഷൻ റിയാക്ഷൻ എന്താണ്, ആരൊക്കെയാണ് എലിമിനേഷൻ റിയാക്ഷൻ കാണിക്കുക, എങ്ങനെയൊക്കെയാണ് എലിമിനേഷൻ റിയാക്ഷൻ കാണിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിയേജൻറ്റുകളെ ഞാൻ പ്രധാനമായും രണ്ടായി തരംതിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളണേ. ഒന്നാമത്തെ റിയേജൻറ്റ് അല്ല, ഒന്നാമത്തെ ടൈപ്പ് ഓഫ് റിയേജൻറ്റ് സ്ട്രോങ് ബേസസ് ആണ്. എഴുതി വെച്ച മോനെ, സ്ട്രോങ് ബേസസ്. സ്ട്രോങ് ആയിട്ടുള്ള ബേസുകളെല്ലാം ഈ എലിമിനേഷൻ റിയാക്ഷൻ്റെ റിയേജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൽ ആരൊക്കെയാണ് വരിക എന്നുള്ളത് ഞാൻ ലിസ്റ്റ് ചെയ്യാം. ഒന്ന് NaOH, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും NaOH ബാർ ആൽക്കഹോൾ C2H5OH, NaOH ബാർ ആൽക്കഹോൾ. രണ്ടാമത്തത് KOH ബാർ ആൽക്കഹോൾ, KOH ബാർ C2H5OH. അതും ഒരേപോലെയാണല്ലോ, NaOH വരുന്നിടത്തൊക്കെ KOH ഉണ്ടാകും. അപ്പോൾ ഇതിനെ തന്നെ നിങ്ങൾ കാണുന്ന മറ്റൊരു രീതി ഇങ്ങനെയാണ്. ആൽക്കഹോളിക് NaOH എന്ന് കാണാം, അല്ലെങ്കിൽ ആൽക്കഹോളിക് KOH എന്ന് കാണാം. അപ്പോൾ ഞാൻ ഈ നമ്പർ ഇട്ട് എഴുതുന്നതിനനുസരിച്ച് ഇതൊക്കെ വേറെ വേറെ റിയേജൻറ്റുകളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാം ഒരേ റിയേജൻറ്റിൻ്റെ തന്നെ മറ്റു വകഭേദങ്ങളാണ്. അഞ്ചാമത് ചിലപ്പോൾ ഇങ്ങനെ കാണാം, C2H5ONa അങ്ങനെ കാണാം. ആറാമത് ചിലപ്പോൾ ഇങ്ങനെ കാണാം, C2H5OK. ഇതെല്ലാം ഒരേ ആളാണ്. ഏഴാമത് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കാണുക, C2H5O-. ആ സോൾട്ടിനെ, ആ ആനയോണിക് പാർട്ടിനെ മാത്രമായിട്ട് അങ്ങനെ കാണാം. എട്ടാമത് ചിലപ്പോൾ ലിഥിയം അമൈഡ് LiNH2 അങ്ങനെ കാണാം. ഒമ്പതാമതായിട്ട് NaNH2 സോഡമൈഡ് ഇങ്ങനെയും കാണാം. അപ്പോൾ ഈ കാണുന്ന 9 ആളുകളും എലിമിനേഷൻ റിയാക്ഷൻസിൻ്റെ റിയേജൻറ്റുകളാണ്. ഇവരെല്ലാവരും വെരി സ്ട്രോങ് ആയിട്ടുള്ള ബേസുകളാണ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് റിയേജൻറ്റ്, ഇതിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് റിയേജൻറ്റാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് റിയേജൻറ്റ് എന്ന് പറയുന്നത് ബൾക്കി ബേസസ് ആണ്. ആരാ കുഞ്ഞെ? ബൾക്കി ബേസസ്. ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 2-3 എക്സാമ്പിൾ കാണിച്ചു തരാം. ഒന്നാമത്തത് ഇങ്ങനെയാണ്. ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് CH3CH3 ഒരു അമിനോ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വീണ്ടും അവിടെ ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. അപ്പോൾ 2 ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ഒരു അമിനോ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്താൽ എന്താണോ അയാളാണ് ബൾക്കി ബേസുകളിൽ പ്രധാനമായും പഠിക്കാനുള്ള ഒരുത്തൻ. രണ്ടാമൻ ഇതാണ്. നിങ്ങൾ ഇവൻ അറിയും, ബെൻസീൻ റിങ്ങിലെ ഒരു കാർബണിന് പകരം നൈട്രജൻ, ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ടുകൾ, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. എടാ, ഈ CH3കൾ വരുന്നതിന് മുമ്പ് അദ്ദേഹം പിരിഡിനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. CH3കൾ വരുന്നതിന് മുമ്പുള്ള സ്ട്രക്ചർ പിരിഡിനാണ്. ആ പിരിഡിൻ്റെ 2 ഓർത്തോ പൊസിഷനുകളിലും ഈ പറഞ്ഞ പോലെ CH3 എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വന്നാലുള്ള ആൾ ഒരു ബൾക്കി ബേസാണ്. മൂന്നാമത് നോക്കിക്കോട്ടോ, CH3 3 ടൈംസ് CNH സിംഗിൾ ബോണ്ട് CH3 3 ടൈംസ്. ഒന്നുമില്ല, NH നേരത്തെ ഞാൻ പറഞ്ഞു തന്ന പോലെ ഒരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരു ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വന്നാൽ എന്താ അവസ്ഥ? അവരൊക്കെ ബൾക്കി ബേസുകളാണ്. ഈ കാണുന്ന എല്ലായിടത്തും എലിമിനേഷൻ നടക്കും. അപ്പോൾ റിയേജൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്ട്രോങ് ബേസുകളും റിയേജൻ്റാണ്, ബൾക്കി ബേസുകളും റിയേജൻ്റാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. ഈ എക്സാമ്പിൾ ആൽക്കീനിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ആൽക്കീനിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനായിട്ട് ഹൈഡ്രോ കാർബൺസിൽ ഞാൻ പഠിപ്പിച്ചതാണ് ഈ റിയാക്ഷൻ. എന്നാലും
ഇവിടെ എനിക്ക് പുതിയ ചിലത് പറയാനുള്ളത് കൊണ്ടാണ് ഞാനതിനെ ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. നോക്കിക്കോ മോനെ, CH3 സിംഗിൾ ബോണ്ട് CH2Cl. നോക്കിക്കോളൂ, ഒരു ആൽക്കിൽ ഹാലൈഡ് ആണല്ലോ. ആരോ മാർക്കിന് മുകളിൽ നേരത്തെ ഞാൻ തന്ന 9, 3, 12 റിയേജൻറ്റുകളിൽ ഏതെങ്കിലും ഒരാൾ, ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിക് OH ആയിക്കോട്ടെ. അപ്പോൾ NCERT-യിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ആൾക്കാരെ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ കണക്റ്റ് ചെയ്ത് അതുപോലെയുള്ള മറ്റാളുകൾ കൂടി ഉണ്ടായാലും റിയാക്ഷൻ സെയിം ആണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുമോ എന്നൊക്കെ അറിയാൻ ചിലപ്പോൾ നീറ്റിന് JEE-ക്കൊക്കെ ക്വസ്റ്റ്യൻ തരുമ്പോൾ NCERT-യിൽ ഇല്ലാത്ത അതിന് സിമിലർ ആയിട്ടുള്ള മറ്റു റിയേജൻറ്റുകളൊക്കെ വെച്ച് കാച്ചി കളയും. അപ്പോൾ അതിൽ നിങ്ങൾ വീണു പോവാതിരിക്കാനാണ് വരാൻ ചാൻസ് ഉള്ള എല്ലാ റിയേജൻറ്റും ഞാൻ ഈ സ്ലൈഡിൽ നിങ്ങൾക്കാണ് എഴുതി തന്നത്. അതുകൊണ്ട് വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുത്തോളണേ മോനെ. എടാ കണ്ടോ, ആൽക്കഹോളിക് OHൻ്റെ പണി നിങ്ങൾക്കറിയാം. എന്താണ് ആൽക്കഹോളിക് OHൻ്റെ പണി? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ്. ഓർമ്മയില്ലേടാ? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഓർക്കുന്നുണ്ടാകും. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. വാട്ട് ഈസ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ? എലിമിനേഷൻ ഓഫ് ഹാലജൻ ആൻഡ് ഹൈഡ്രജൻ. ഹാലജനും പോകും, ഹൈഡ്രജനും പോകും. എവിടെ നിന്നാണ് പോവുക? ഹാലജൻ പോകുന്നത് ആൽഫ കാർബണിൽ നിന്നും, ഹൈഡ്രജൻ പോകുന്നത് ബീറ്റ കാർബണിൽ നിന്നും. ഓർക്കുന്നില്ലേ? അപ്പോൾ ആൽഫ കാർബണിൽ നിന്ന് ഹാലജനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോകുന്നത് കൊണ്ട് തന്നെ ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ബീറ്റ എലിമിനേഷൻ. ഞാൻ കുറച്ച് സ്പീഡിൽ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. എവിടെ? ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീനിൽ നിങ്ങളിത് കണ്ടതാണ്. അപ്പോൾ ആൽഫ കാർബണിൽ നിന്ന് ഹാലജനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? ആ CH3യിൽ നിന്ന് ഹൈഡ്രജൻ പോയാൽ CH2 എന്നുണ്ടാകും. ശരിയല്ലേടാ? ഇപ്പുറത്ത് CH2യിൽ നിന്ന് Cl പോയി കഴിഞ്ഞാൽ CH2 എന്ന് മാത്രം ഉണ്ടാകും. അവർക്കിടയിലുള്ള വിഷമം തീർക്കാൻ, വാലൻസിയിലെ കുറവ് പരിഹരിക്കാൻ അവർക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായിട്ട് മാറും. സോ ദി ആൻസർ ഈസ് ആൽക്കീൻ. കിട്ടുന്ന പ്രൊഡക്റ്റ് എപ്പോഴും ആൽക്കീൻ ആയിരിക്കും. ഇവിടെ കിട്ടിയത് എത്തീനാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു റിയാക്ഷൻ നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്തു നോക്കിയടാ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2Cl. ഓക്കെ, 1 ക്ലോറോപ്രൊപ്പൈൻ എന്ന് പറയുന്ന ആൾ. ആരോ മാർക്കിന് മുകളിൽ നേരത്തെ നിങ്ങൾ കണ്ട ആരെങ്കിലും ഒരാൾ, സോഡമൈഡ് ആയിക്കോട്ടെ, NaNH2. ഞാൻ എന്താ പറഞ്ഞേ? ഹാലജൻ അറ്റാച്ച് ചെയ്ത ഈ കാർബണിൽ നിന്ന്, ആൽഫ കാർബണിൽ നിന്ന് ഹാലജനും ബീറ്റ കാർബണിൽ നിന്നൊരു ഹൈഡ്രജനും പോകും. ബാക്കി എന്താ ഉണ്ടാവുക എന്ന് എടുത്തെഴുതിയാൽ മതി. ആദ്യത്തെ CH3 കഥയൊന്നും അറിഞ്ഞിട്ടില്ല. സിംഗിൾ ബോണ്ട് CH2 എന്നത് CH എന്നായി മാറി. അപ്പുറത്ത് CH2 എന്നതിൽ നിന്ന് ക്ലോറിൻ പോയി. അവർക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടാകും. അതുകൊണ്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് പ്രൊപ്പീൻ ആയിരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഇവിടെ എനിക്ക് എക്സ്ട്രാ പറയാനുള്ള ഒരു കാര്യം സെയ്റ്റ്സഫ് റൂളാണ്. നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കാം നമുക്ക്. CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3. ഓക്കെ, ദാ ഇവിടെയാണ് ക്ലോറിൻ ഉള്ളത്. ആരോ മാർക്കിന് മുകളിൽ ആൽക്കഹോളിക് OH ഉണ്ട് എന്ന് വെറുതെ വിചാരിക്കുക. പൊന്നുമോനെ നിങ്ങൾ പറ, ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത എന്താ? ഇവിടെ ഒരു ആൽഫ കാർബൺ ഉണ്ട്. ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ. അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ബീറ്റ കാർബൺ ഉണ്ട്. രണ്ടും 2 ടൈപ്പ് ബീറ്റയാണ്. ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുപോലും പുതിയതല്ല. അപ്പോൾ ലെഫ്റ്റിലുള്ള കാർബണിനെ ഞാൻ β1 എന്നും റൈറ്റിലുള്ളതിനെ β2 എന്നും പേര് വിളിച്ചു. ഏതെങ്കിലും ഒരു ബീറ്റ കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ പോവുക. എവിടെ നിന്നാണ് ഹൈഡ്രജൻ പോവുക എന്നത് നമുക്ക് കൃത്യമായിട്ട് സെയ്റ്റ്സഫ് റൂൾ പ്രകാരം കണ്ടെത്താൻ പറ്റും. സെയ്റ്റ്സഫ് റൂൾ എന്തായിരുന്നു? സെയ്റ്റ്സഫ് റൂൾ 2 ടൈപ്പ് ബീറ്റ കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ എലിമിനേഷൻ നടക്കുന്നത് ഹൈഡ്രജൻ്റെ എണ്ണം കുറവുള്ള ബീറ്റ കാർബണിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയല്ലേടാ സെയ്റ്റ്സഫ് റൂൾ പറഞ്ഞേ? എങ്ങനെയായിരുന്നു? 2 ടൈപ്പ് ബീറ്റ കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ എവിടെ നിന്നാണ് പോവുക? ഹൈഡ്രജൻ വിൽ ബി എലിമിനേറ്റഡ് ഫ്രം ദി ബീറ്റ കാർബൺ ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇവിടെ 2 ബീറ്റ കാർബൺ ഉണ്ട്. ഒരു β1 ഉണ്ട്, β2 ഉണ്ട്. β1ൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? β1ൽ 3 ഹൈഡ്രജൻ ഉണ്ട്. സൂക്ഷിച്ച് നോക്കടാ, ഞാൻ എഴുതിയതിലേക്ക് നോക്ക്. β2ൽ 2 ഹൈഡ്രജനാണ്. അപ്പോൾ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് β2ൽ നിന്ന് ഹൈഡ്രജൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. β1 നിന്ന് ഹൈഡ്രജൻ പോയാൽ ആൽഫക്കും β1നും ഇടയിൽ ഡബിൾ ബോണ്ട് വരും. ഞാൻ ആദ്യം അത് എഴുതി കാണിച്ചു തരാം. അപ്പോൾ β1 ഇയാളാണ്. അവിടെ നിന്ന് ഹൈഡ്രജൻ പോയാൽ CH3 എന്നത് CH2 ആകും. ആൽഫയിൽ നിന്ന് ക്ലോറിൻ പോകും, അവർക്കിടയിൽ ഡബിൾ ബോണ്ട് ആകും. സിംഗിൾ ബോണ്ട് CH2 CH3 പ്ലസ്. അടുത്തത് പറ, β2ൽ നിന്നാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ആൽഫക്കും β2ക്കും ഇടയിലാണ് ഡബിൾ ബോണ്ട് വരിക. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇവിടെ 1 ബ്യൂട്ടീനും കിട്ടും, 2 ബ്യൂട്ടീനും കിട്ടും. ഉറപ്പല്ലേടാ? 1 ബ്യൂട്ടീൻ ആൻഡ് 2 ബ്യൂട്ടീൻ. ഇതെല്ലാം മുമ്പ് പഠിപ്പിച്ചതുമാണ്, നിങ്ങൾക്ക് അറിവുള്ളതുമാണ്.
ഇവിടെ വിച്ച് ഈസ് മേജർ ആൻഡ് വിച്ച് ഈസ് മൈനർ, ദ ഈവൻ മേജർ പ്രൊഡക്റ്റ്. β2 നിന്ന് ഹൈഡ്രജൻ പോകലാണ് മേജർ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് മൈനർ പ്രൊഡക്റ്റ്. അങ്ങനെയല്ലേടാ നമ്മൾ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഈ കോമ്പൗണ്ടിൻ്റെ ഈ എക്സാമ്പിളിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കണ്ടെത്തിക്കേ. ഇവിടെ ഒരു ബ്രാഞ്ചുണ്ട്, ഇവിടെ ഒരു ബ്രോമിനും ഉണ്ട്. ആരോ മാർക്കിന് മുകളിൽ ആൽക്കഹോളിക് OH ഉണ്ട്. ഇവിടെ കിട്ടുന്ന മേജർ പ്രൊഡക്റ്റ് മാത്രം നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. മേജർ പ്രൊഡക്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. ദ ആൽഫ കാർബണായ കാർബണിൽ നിന്ന് ബ്രോമിൻ പോകും. ഇവിടെ ഒരു ബീറ്റയുണ്ട്, തൊട്ടപ്പുറത്ത് ഇവിടെ ഒരു ബീറ്റയുണ്ട്. ഞാൻ ഇതിനെ β1 എന്നും ഇതിനെ β2 എന്നും പേര് വിളിക്കുന്നു. അപ്പോൾ നോക്കിയാൽ β1 എത്ര ഹൈഡ്രജൻ ഉണ്ട്? β1 ഒരു ഹൈഡ്രജനല്ലേ ഉള്ളൂ, കാരണം ഇവിടെ 1, 2, 3 ബോണ്ട് കംപ്ലീറ്റഡ് ആണ്. ഇനി ഒരു ഹൈഡ്രജനേ ഉള്ളൂ. β2 2 ഹൈഡ്രജൻ ഉണ്ട്, 1, 2 ഹൈഡ്രജൻ, 2 ബോണ്ടിങ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ബാക്കി രണ്ടും ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ β1 നിന്നാണോ β2 നിന്നാണോ സെയ്റ്റ്സ് ഓഫ് റൂൾ പ്രകാരം എലിമിനേഷൻ നടക്കുക? അക്കോർഡിംഗ് ടു സെയ്റ്റ്സ് ഓഫ് റൂൾ, എലിമിനേഷൻ ഓഫ് ഹൈഡ്രജൻ ടേക്സ് പ്ലേസ് ഫ്രം ദി ബീറ്റ കാർബൺ ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ β1 നിന്ന് എലിമിനേഷൻ നടക്കും, കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും. ഈ ബ്രാഞ്ച് അങ്ങനെ തന്നെ കിടക്കും. ബ്രോമിൻ പോയ ഈ കാർബണിനും β1 ഇടയിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് ദി മേജർ പ്രൊഡക്റ്റ്. ഈ മേജർ പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. മേജർ പ്രൊഡക്റ്റിനെ വിളിക്കുന്നത് സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എന്നാണ്. സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ്. മേജർ പ്രൊഡക്റ്റിനെ വിളിക്കുന്നത് സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എന്നല്ല, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. സെയ്റ്റ്സ് ഓഫ് റൂള് പ്രകാരം കിട്ടുന്ന പ്രൊഡക്റ്റിനെ സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ്. എങ്ങനെ? സെയ്റ്റ്സ് ഓഫ് റൂള് പ്രകാരം കിട്ടുന്ന പ്രൊഡക്റ്റ്. എടാ ഞാൻ നേരത്തെ ചെയ്ത എക്സാമ്പിൾ നോക്കിയേ, 1 ബ്യൂട്ടീനും 2 ബ്യൂട്ടീനും. ഇതിലേതാണ് സെയ്റ്റ്സ് ഓഫ് റൂള് പ്രകാരം കിട്ടുന്ന പ്രൊഡക്റ്റ്? 2 ബ്യൂട്ടീൻ അല്ലേ? അതിനെ വിളിക്കുന്ന പേര് സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എന്നാണ്. അതിനെ സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പേര് വിളിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ ഹോഫ്മാൻ പ്രൊഡക്റ്റ് എന്നാണ് പേര് വിളിക്കുക. പഠിച്ചു വെച്ചോ, ഹോഫ്മാൻ പ്രൊഡക്റ്റ്. അപ്പോൾ ആരാണ് സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ്? സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മേജർ പ്രൊഡക്റ്റ് അങ്ങനെ പറയരുത്. സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ഇവിടെ മേജറായിട്ട് വന്നു അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ എല്ലായിടത്തും മേജർ പ്രൊഡക്റ്റിനെ സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എന്നും മൈനർ പ്രൊഡക്റ്റിനെ ഹോഫ്മാൻ പ്രൊഡക്റ്റ് എന്നും പേര് വിളിക്കില്ല. അങ്ങനെയല്ല കഥ. സെയ്റ്റ്സ് ഓഫ് റൂള് പ്രകാരം ഉണ്ടായ കോമ്പൗണ്ട് സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ്, ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഹോഫ്മാൻ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ എലിമിനേഷൻ റിയാക്ഷൻസിൽ സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മേജർ പ്രൊഡക്റ്റ് കിട്ടി. അദ്ദേഹമാണ് ഇവിടുത്തെ സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സെയ്റ്റ്സ് ഓഫ് റൂള് പ്രകാരം ഉണ്ടായ പ്രൊഡക്റ്റ് ഇദ്ദേഹമാണ്. ക്ലിയർ അല്ലേടാ? അപ്പോൾ നിങ്ങളോട് ഇവിടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്. ഞാനിവിടെ നോക്കടാ, CH3 സിംഗിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ഇവിടെ ക്ലോറിൻ ഉണ്ട്. ആരോ മാർക്കിന് മുകളിൽ ഞാനൊരു ബൾക്കി ബേസാണ് യൂസ് ചെയ്തത് എന്ന് വെറുതെ വിചാരിക്കുക. എന്താടാ? ബൾക്കി ബേസ്. ബൾക്കി ബേസുകൾക്കും ഇതേ റിയാക്ഷൻ നടത്താൻ പറ്റും എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ബൾക്കി ബേസ് ഉപയോഗിച്ചാലുള്ള ഡിഫറൻസ് എന്താ അറിയോ? അതാ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓർത്തോ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പുള്ള ഒരു പിരിഡിൻ ഇവിടെ വന്നു എന്ന് വെറുതെ വിചാരിക്കുക. ഓർത്തോ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പുള്ള പിരിഡിൻ ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. ഇതാ ഒരു പിരിഡിൻ, അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓർത്തോ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പുള്ള പിരിഡിൻ ഒരു ബൾക്കി ബേസാണ്. ഇവിടെ എലിമിനേഷൻ നടക്കും എന്ന് പറഞ്ഞാൽ ആൽഫ കാർബണിൽ നിന്ന് ഹാലജനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോകും. അപ്പോൾ ഇവിടെ β1 നിന്നും β2 നിന്നും എലിമിനേഷൻ നടക്കുമെന്നല്ല, നടക്കാം. മേജർ പ്രൊഡക്റ്റ് ഏതാ മൈനർ പ്രൊഡക്റ്റ് ഏതാ എന്നുള്ളതാണല്ലോ ചർച്ച. 2 നിന്നും എലിമിനേഷൻ നടക്കാം. അറ്റ് എ ടൈം ഒരിടത്ത് നിന്നേ നടക്കുള്ളൂ. β1 നിന്നാണ് നടക്കണമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താടാ? CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ആരാൾ? 1 ബ്യൂട്ടീനാണ് കിട്ടുക. 1 ബ്യൂട്ടീൻ പ്ലസ് എടാ β2 നിന്നാണ് നടക്കണമെന്നുണ്ടെങ്കിലോ CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3. അതിനെ 2 ബ്യൂട്ടീൻ എന്നാണ് പേര് വിളിക്കുക. ആരാ കുഞ്ഞെ? 2 ബ്യൂട്ടീൻ. ക്ലിയർ അല്ലേ? നേരത്തെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, സെയ്റ്റ്സ് ഓഫ് റൂള് പ്രകാരം കിട്ടുന്ന പ്രൊഡക്റ്റിനെ സെയ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എന്നും അല്ലാത്ത പ്രൊഡക്റ്റിനെ ഹോഫ്മാൻ പ്രൊഡക്റ്റ് എന്നും പേര് വിളിക്കും. ക്ലിയർ അല്ലേ? ഇത്രയും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നാണ്. കുഞ്ഞെ ഇവിടെയാണ് ട്വിസ്റ്റ്. ഉപയോഗിക്കുന്നത് ഒരു ബൾക്കി ബേസ് ആണെങ്കിൽ ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്. പഠിച്ചു വെച്ചോ. മറ്റേ ആൾ മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. അപ്പോൾ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് റിയേജൻറ്റിൻ്റെ ലിസ്റ്റ് തന്നപ്പോൾ സ്ട്രോങ് ബേസ് ബൾക്കി ബേസ് എന്നിങ്ങനെ 2 രൂപത്തിൽ ഇവരെ ഞാൻ പരിചയപ്പെടുത്തിയതിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഉദ്ദേശം ഇതാണ്. സ്ട്രോങ് ബേസുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെയ്റ്റ്സ് ഓഫ് റൂള് പ്രകാരം കിട്ടുന്ന പ്രൊഡക്റ്റാണ് മേജർ പ്രൊഡക്റ്റ്. എന്നാൽ ബൾക്കി ബേസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
സെയ്റ്റ്സഫ് റൂൾ പ്രകാരം കിട്ടുന്നത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾ എഴുതിയിട്ട് മേജറും മൈനറൊക്കെ അടയാളപ്പെടുത്തിയിട്ട് വെണ്ടക്ക അക്ഷരത്തിൽ സ്റ്റാർ ഇട്ടിട്ട് അവിടെ നിങ്ങൾ എഴുതി വെച്ചോളണം എന്ത്, ഇഫ് ബൾക്കി ബേസ് ഈസ് യൂസ്ഡ്, ബൾക്കി ബേസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹോഫ്മാൻ പ്രൊഡക്റ്റ് വിൽ ബി മേജർ, ഹോഫ്മാൻ പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക. പഠിച്ചില്ലടാ? ബൾക്കി ബേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹോഫ്മാൻ പ്രൊഡക്റ്റാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഓക്കെ അല്ലേടാ? ഹാലോ ആൽക്കെയിൻസ് കാണിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസ് 3. ഒന്നാമത്തത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പഠിപ്പിച്ചു. രണ്ടാമത്തത് എലിമിനേഷൻ റിയാക്ഷൻ, ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. മൂന്നാമത്തത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. NCERT അവിടെ 2 റിയാക്ഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് വുഡ്സ് റിയാക്ഷനും മറ്റൊന്ന് പ്രിപ്പറേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റും. അതിൽ ഈ വുഡ്സ് റിയാക്ഷൻ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ സമയം കളയുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, വുഡ്സ് റിയാക്ഷൻ്റെ A to Z കാര്യങ്ങൾ ഹൈഡ്രോ കാർബണിൽ ആൽക്കെയിനിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട്, ആൽക്കെയിനിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റഫർ അതവിടെ നിങ്ങൾ പോയി നോക്കണം. റഫർന്ന് എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഹൈഡ്രോ കാർബണിൽ എന്തൊക്കെയാണോ പറഞ്ഞത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്നിങ്ങനെ റീകോൾ ചെയ്യണം. അവിടെ ഒന്ന് പോയിട്ട് വെറുതെ ബുക്കൊന്ന് മറിച്ച് നോക്കണം. എന്നാലേ ഈ റഫർ എഴുത്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ. രണ്ടാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്, എന്നാലും ഒരു ഐശ്വര്യത്തിന് ഞാൻ പറഞ്ഞു തരികയാണ്. ആൽക്കൈൽ ഹാലൈഡുകളിലേക്ക് മഗ്നീഷ്യം ഉപയോഗിക്കണം. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ മഗ്നീഷ്യം എന്ത് ചെയ്യും? ഈ ആൽക്കൈൽ ഗ്രൂപ്പിനും ഹാലജനും ഇടയെ കയറിയിരിക്കും, RMgX ആയിട്ട് മാറും. RMgX. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പ്രിപ്പറേഷൻ ഭയങ്കര എളുപ്പമാണ്. ആൽക്കൈൽ ഹാലൈഡിലേക്ക് മഗ്നീഷ്യം ഡ്രൈ ഈതർ ഉപയോഗിക്കുക, RMgX കിട്ടും. RMgXലെ ചാർജുകളും നോട്ട് ചെയ്ത് വെച്ചോ. Rന് നെഗറ്റീവ് ചാർജും MgXന് മൊത്തത്തിൽ പോസിറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഒരു ദിവസം പിരിയാൻ തീരുമാനിച്ചാൽ അവരെങ്ങനെയാണ് പിരിയുക? R- MgX+ഉമായിട്ടാണ് അവർ പിരിഞ്ഞു പോവുക. അത് ഓർത്ത് വെച്ചോളണേ. ഒരുപാട് റിയാക്ഷൻസിൽ ഇനി ഇത് വരും. അപ്പോൾ ഓർത്ത് വെക്കുക, മഗ്നീഷ്യം ഒരു മെറ്റലാണല്ലോ, മെറ്റലുകൾക്ക് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആണല്ലോ, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ MgXന് പോസിറ്റീവ് ചാർജ് കിട്ടൽ മസ്റ്റാണ്. അതുകൊണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന് നെഗറ്റീവ് ചാർജാണ് എന്ന് ഓർക്കുക. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേര് വിക്ടർ ഗ്രിഗ്നാർഡ് എന്നാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ നിങ്ങളൊരു ചെറുതാക്കലായിരിക്കും. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ല. വിക്ടർ ഗ്രിഗ്നാർഡ് അതൊന്നും പരീക്ഷയ്ക്ക് വരുമെന്ന് കിനാവ് കാണണ്ട. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ റിയാക്ഷൻസിലും ഒക്കെ കുറേ ചാപ്റ്ററുകളിലൊക്കെ ഇത് വരും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായി ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ പഠിക്കണം. ഒരു എക്സാമ്പിൾ പിടിച്ചോ. CH3Clലേക്ക് ഞാൻ മഗ്നീഷ്യവും ഡ്രൈ ഈതറും ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? മഗ്നീഷ്യം ഇവിടെ കയറിയിരിക്കും, CH3MgCl ആകും. ക്ലിയർ അല്ലേ? ബ്രോമോ ബെൻസീനിലേക്ക്, ആരാ ബ്രോമോ ബെൻസീൻ? ഇദ്ദേഹമാണ് ബ്രോമോ ബെൻസീൻ. മഗ്നീഷ്യം ഡ്രൈ ഈതർ ഉപയോഗിക്കുന്നു. എന്ത് സംഭവിക്കും? ആ ബെൻസീൻ റിങ്ങിലെ ബ്രോമിൻ്റെ ഇടയിൽ Mg കയറിയിരിക്കും, MgBr. ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് എന്നാണ് ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ പേര് വിളിക്കുക, ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. എടാ, ഇതിൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയും ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. റിയാക്ടിവിറ്റിയുടെ ഓർഡർ ഇങ്ങനെയാണ്. ഹാലജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇതിലാരും ആവാലോ. അതുകൊണ്ട് തന്നെ Ri അയഡിനുകൾക്കാണ് കൂടുതൽ, പിന്നെ പിന്നെ ബ്രോമിൻ, പിന്നെ ക്ലോറിൻ, ഏറ്റവും ലാസ്റ്റ് ഫ്ലൂറിൻ. അതിൻ്റെ കാരണവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഫ്ലൂറിൻ ആണെങ്കിൽ ചെറിയ എലമെൻ്റാണ്, അതുകൊണ്ട് ബോണ്ട് വളരെ കുറവാണ്. അപ്പോൾ ഈ ബോണ്ട് പൊട്ടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് സ്ട്രോങ് ബോണ്ടാണ്. ഇവിടെ അയഡിൻ വലിയ ആളായതുകൊണ്ട് ഇത് വീക്ക് ബോണ്ടാണ്. അപ്പോൾ ആ വീക്ക് ബോണ്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കയറിയിരിക്കലാണല്ലോ മഗ്നീഷ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം. അതുകൊണ്ട് വീക്ക് ബോണ്ടുള്ളിടത്ത് മഗ്നീഷ്യം കയറിയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്ലൂറിനും ഉണ്ട്, ഒരു CH2 ഉണ്ട്, ഇപ്പുറത്തൊരു ക്ലോറിനും ഉണ്ടെന്ന് വെറുതെ വിചാരിക്കും. ആരോ മാർക്കിന് മുകളിൽ മഗ്നീഷ്യവും ഡ്രൈ ഈതറും ഉണ്ടെന്നും വിചാരിക്കും. എന്താ സംഭവിക്കുക? മഗ്നീഷ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നിരിക്കൽ ഫ്ലൂറിനും കാർബണിനും ഇടയിൽ വന്നിരിക്കാം, അല്ലെങ്കിൽ ക്ലോറിനും കാർബണിനും ഇടയിൽ വന്നിരിക്കാം. ഈ 2 ചാട്ടവും മഗ്നീഷ്യത്തിന് പറ്റും. ശരിയല്ലടാ? ഏതെങ്കിലും ഒരാളുമായിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ മഗ്നീഷ്യത്തിന് കയറിയിരിക്കാം. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉണ്ടാവാം. നിങ്ങൾ പറ, ഫ്ലൂറിൻ്റെ ബോണ്ട് പൊട്ടിക്കലാണോ ക്ലോറിൻ്റെ ബോണ്ട് പൊട്ടിക്കലാണോ എളുപ്പം? കമ്പാരേറ്റീവ്ലി എളുപ്പം ക്ലോറിൻ്റെ ബോണ്ട് പൊട്ടിക്കലാണ്. അതുകൊണ്ട് മഗ്നീഷ്യം എവിടെയാണോ റിയാക്ടിവിറ്റി കൂടുതൽ അവിടെ കയറിയിരിക്കും. ആ ഫ്ലൂറിൻ അങ്ങനെ തന്നെ നിലനിൽക്കും. ഇപ്പുറത്ത് CH2 പിന്നെ ആരാ ഉണ്ടാവുക? MgCl എന്നാണ് ഉണ്ടാവുക. ക്ലിയർ ആയില്ലേ? സംഗതി പഠിച്ചില്ലേ? അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഞാൻ കൂടുതൽ അതിൽ കടക്കുന്നില്ല.
Grignard reagent react with any compound containing active hydrogen to give corresponding hydrocarbon and the reaction is called Zeri-Vitino's reaction എന്നൊക്കെ പണ്ട് ഹൈഡ്രോ കാർബൺസ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഞാൻ ഇനി കൂടുതൽ കഥാപ്രസംഗം നടത്തുന്നില്ല. എടാ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്നാണ്. ഹാലോ ആൽക്കെയിനുകളും ഹാലോ അരീനുകളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് വളരെ സിമ്പിളായിട്ട് ഞാൻ ഫുൾ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു, അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഹാലോ അരീൻസിൻ്റെ മെത്തേഡ് ഓഫ് കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. ഹാലോ അരീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ അരീൻസ് എന്നതാണ് നെക്സ്റ്റ് ഹെഡിങ്. ഇത് ഈ ചാപ്റ്ററിൽ അവസാനത്തെ ഹെഡിങ് ആണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോളിഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു 5-10 മിനിറ്റ് മാത്രം ലെങ്ത്തുള്ള ഒരു ചെറിയ വീഡിയോ കൂടി നിങ്ങൾക്ക് ഇതിൽ കിട്ടാനുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഹാലോ ആൽക്കെയിനുമായി ബന്ധപ്പെട്ട് ഇവിടെ അവസാനിക്കും. അപ്പോൾ ഹാലോ ആൽക്കെയിൻ ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ഒരുപാട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു ഓർഗാനിക്കിൻ്റെ മെറ്റീരിയലുണ്ട്. ആ ഓർഗാനിക്കിലെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിവിഷൻ പേർപ്പസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കണം. അതിൻ്റെ കറക്റ്റ് ആൻസർ അതിൻ്റെ അവസാനത്തിൽ ഉണ്ടാകും. അതുപോലെ അതെങ്ങനെയാണ് കിട്ടിയത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആ മെറ്റീരിയൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞങ്ങളെ മെറ്റീരിയൽ അയച്ചു തരും. അത് നിങ്ങൾക്ക് ഓർഗാനിക് ഒന്ന് റീകോൾ ചെയ്യുന്നതിന്, ഒന്ന് റിവിഷൻ നടത്തുന്നതിന് ഹൈലി ബെനിഫിഷ്യലായിരിക്കും. അത്രയ്ക്ക് അതിൻ്റെ പിന്നിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 500ഓളം കോമ്പൗണ്ടുകൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിങ്ങനെ ഓർത്ത് എഴുതി പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എനിവേ, അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഹാലോ ആൽക്കെയിൻസ് എന്ന ചാപ്റ്ററിൽ കുറച്ച് റിയാക്ഷൻസേ ഉള്ളൂ എങ്കിലും ആ ഉള്ള റിയാക്ഷൻസിനെ പല രൂപത്തിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാൻ പറ്റും. അതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടുകളിലേക്കൊക്കെ ഉള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ഈ ഹാലോ ആൽക്കെയിൻസിലുണ്ട്. അതുകൊണ്ട് ചെയിൻ റിയാക്ഷൻസിലൊക്കെ ഹാലോ ആൽക്കെയിനിനെ തൊടാതെ ഒരു ചെയിൻ റിയാക്ഷനും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഹാലോ ആൽക്കെയിൽ ഒരു ക്ലോറിൻ കയറ്റിയിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരുപാട് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഹാലോ ആൽക്കെയിൻസ് ചെറിയ ചാപ്റ്റർ ആണെങ്കിലും കുറച്ചേ പഠിക്കാനുള്ളെങ്കിലും വിട്ടുകളയരുത്, നന്നായി പ്രാക്ടീസ് ചെയ്തോളണം. ഹാലോ അരീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് കുഞ്ഞെ ചർച്ച. ഹാലോ അരീൻസ് കാണിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും 3 തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഐശ്വര്യമായിട്ട് ഹെഡിങ് എഴുതിയിട്ട് ആ 3 ഒന്ന് ലിസ്റ്റ് ചെയ്തേ. ഫസ്റ്റ് വൺ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, നേരത്തെ പഠിച്ച പോലെ. സെക്കൻഡ് വൺ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. എല്ലാവരും ഐശ്വര്യമായിട്ട് ഹെഡിങ് എഴുതിക്കോളൂ. അതിലൊന്നാമനെ എല്ലാവരും എടുത്തെഴുതുക, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എഴുതുമോനെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇവിടെ ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാൻ പോണേ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും പഠിച്ചു വെച്ചോ. എടാ, നമ്മളെ ആൽക്കിൽ ഹാലൈഡ് ഇല്ലേടാ, ആൽക്കിൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻ, ഇതാരാണ്? ഹാലോ അരീനാണ്. ഈ ഹാലോ ആൽക്കെയിനും ഹാലോ അരീനും രണ്ടുപേരും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ കാണിക്കും. ഹാലോ ആൽക്കെയിൻ കാണിക്കുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. SN1, SN2 എല്ലാം ഒരു മണിക്കൂറോളം സമയം എടുത്തിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് കാണിക്കുന്നതും ഹാലോ അരീൻസ് കാണിക്കുന്നതുമായ കോമൺ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ടുപേരും കാണിക്കുന്നത് കൊണ്ട് ഇതിലാരാണ് നന്നായി കാണിക്കുക എന്നറിയാൻ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. പഠിച്ചു വെച്ചോ, ഹാലോ ആൽക്കെയിൻസ് ആണ് നന്നായി കാണിക്കുക. നല്ല ബോക്സിലാക്കി വെച്ചോളണേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ഉണ്ടാകുന്ന സമയത്ത്, പഠിപ്പിക്കുന്ന സമയത്ത് പോലും ഈ കോൺസെപ്റ്റ് ഞാൻ അവിടെ എടുത്തിടും. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു വെച്ചോ. എപ്പോഴും ഞാൻ ചോദിക്കും, ഞാൻ ചോദിക്കാൻ നിങ്ങൾ കാത്തിരിക്കേണ്ട. ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും ഉണ്ട്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കാൻ രണ്ടുപേർക്കും പറ്റും. പക്ഷേ അതിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഏറ്റവും നന്നായി കാണിക്കുന്നത് ഹാലോ ആൽക്കെയിൻസ് ആണ്, ഹാലോ അരീൻസ് അല്ല. ഹാലോ അരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ ലെസ് റിയാക്റ്റീവ് ആണ്, ലെസ് റിയാക്റ്റീവ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ അറിയോ? ഹാലോ അരീൻസ് എന്തുകൊണ്ട് ലെസ് റിയാക്റ്റീവ് ആയി എന്നുള്ളതാണ്. എടാ, ഹാലോ അരീൻസ് എന്തുകൊണ്ട് ലെസ് റിയാക്റ്റീവ് ആയി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്നിങ്ങനെ താഴെ എഴുതിക്കേ, ഹാലോ അരീൻസ് ആർ ലെസ് റിയാക്റ്റീവ്. പെട്ടെന്ന് എഴുതൂ, ലെസ് റിയാക്റ്റീവ്
ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡ്യൂ ടു ഫോളോയിങ് ഫോർ റീസൺസ്. 4 റീസൺ ഉണ്ട്. എടാ, ഹാലോ ആൽക്കെയിൻസിനെക്കാളും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റേറ്റ്, സ്പീഡ്, റിയാക്ടിവിറ്റി കുറവാണ് എന്നതിന് 4 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം പഠിച്ചു വെച്ചോട്ടോ. എടാ, ഇതാരാ? ഞാൻ ഡയലോഗ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഇവനാണല്ലോ ഹാലോ അരീൻ. ഈ ഹാലോ അരീനിലെ ഹാലജനിൽ ലോൺ പെയർ ഇല്ലേ കുഞ്ഞെ, ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിയിട്ട് അവരിങ്ങനെ റെസൊണൻസ് കാണിക്കാൻ പറ്റും. ഹാലോ അരീൻസിന് റെസൊണൻസ് കാണിക്കാൻ പറ്റും. അതുവഴി ഇദ്ദേഹത്തിനൊരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഫീൽ ചെയ്യും. എന്താണ് ഈ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ? സിംഗിൾ ബോണ്ടിൻ്റെയും ഡബിൾ ബോണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ബോണ്ട് ഓർഡർ അയാൾക്ക് കിട്ടും. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട്, ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ബോണ്ട്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വാല്യൂ, ഒരു 1.5 ഒക്കെ അയാളുടെ ഒരു ബോണ്ട് ഓർഡർ അയാൾക്ക് കിട്ടും. അതെന്തുകൊണ്ടാണ്? അയാൾക്ക് റെസൊണൻസ് പോസിബിൾ ആയതുകൊണ്ടാണ്. അപ്പോൾ റെസൊണൻസ് ഉണ്ടാകുമ്പോൾ അവിടെ സിംഗിൾ ബോണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല, ഡബിൾ ബോണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ എന്നാണ് പറയുക. സിംഗിൾ ബോണ്ടിനേക്കാളും സ്ട്രോങ്ങർ ആണ്, പക്ഷേ ഡബിൾ ബോണ്ടിനേക്കാളും സ്ട്രോങ്ങർ അല്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എന്നാൽ ഹാലോ ആൽക്കെയിൻസ് എടുത്തു നോക്കിക്കേ. ഹാലോ ആൽക്കെയിൻസിൽ ഈ പറയുന്ന ആളിൽ റെസൊണൻസ് പോസിബിൾ അല്ല. ഇവിടെ അല്ലടാ ഹാലോ ആൽക്കെയിൻസ് ഉള്ളത്, ഇതാ ഇവിടെ. ഹാലോ ആൽക്കെയിൻസിൽ ഇവിടെ റെസൊണൻസ് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇത് പ്യുവർലി സിംഗിൾ ബോണ്ടാണ്. അത് സിംഗിൾ ബോണ്ട് മാത്രമാണ്. ഹാലോ അരീൻസിൽ ഇത് സിംഗിൾ ബോണ്ട് അല്ല, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളവനാണ്. അപ്പോൾ ഏതായിരിക്കും പൊട്ടിക്കാൻ എളുപ്പം? നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. സിംഗിൾ ബോണ്ട് പൊട്ടിക്കലാണോ പാർഷ്യൽ ഡബിൾ ബോണ്ട് പൊട്ടിക്കലാണോ എളുപ്പം സിംഗിൾ ബോണ്ട് പൊട്ടിക്കലാണ്. അപ്പോൾ ഇത് പൊട്ടിയാലല്ലേടാ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. വാട്ട് ഈസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഹാലജൻ പോയിട്ട് പകരം മറ്റൊരു ന്യൂക്ലിയോഫൈൽ അവിടെ കയറി വരണം. അപ്പോൾ ആദ്യത്തെ പണി അവിടെയുള്ള ഹാലജൻ അങ്ങോട്ട് പോവുക എന്നതാണ്. ഹാലജൻ പോവണമെങ്കിൽ ആ ബോണ്ട് പൊട്ടണ്ടേ. ബോണ്ട് പൊട്ടണമെങ്കിൽ ആ ബോണ്ട് സ്ട്രോങ് ആവണോ വീക്ക് ആവണോ? ആലോചിച്ചിട്ട് പറ. ആ ബോണ്ട് വീക്ക് ആവണം. അതുകൊണ്ട് വീക്കറായിട്ടുള്ള ബോണ്ടുള്ള ഹാലോ ആൽക്കെയിൻസിൽ ആ ബോണ്ട് പൊട്ടൽ ഭയങ്കര എളുപ്പമാണ്. പകരം അവിടെ ന്യൂക്ലിയോഫൈൽ കയറി വരൽ എളുപ്പമാണ്. പക്ഷേ ഹാലോ അരീൻ ആകുമ്പോൾ ആ ബോണ്ട് സ്ട്രോങ്ങറാണ്. അതുകൊണ്ട് ആ ബോണ്ട് പൊട്ടൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അവിടെ പുതിയൊരു ന്യൂക്ലിയോഫൈൽ വന്നിട്ടും ആ ഹാലജൻ മാറിക്കൊടുത്താലല്ലേ പുതിയ ന്യൂക്ലിയോഫൈലിന് വരാൻ പറ്റുള്ളൂ. ഹാലജൻ മാറിക്കൊടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ? ഒന്നാമത്തെ ആൾ എഴുതിയെടുത്തോളൂ. ഇൻ ഹാലോ അരീൻസ് the bond between carbon and halogen is having partial double bond character. Bond between carbon and halogen is having partial double bond character due to resonance. നിങ്ങൾക്ക് എഴുതാനുള്ള നോട്ട് കൃത്യമായിട്ട് ഞാൻ തരും. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ എഴുതരുത്. ഞാൻ പറയുമ്പോൾ നിങ്ങളത് കേട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ എങ്ങനെയാണോ നോട്ട് തരിക എന്നതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒരു സൈഡിൽ ഇങ്ങനെ തുറന്ന് വെച്ചാൽ മതി. വീഡിയോ പോസ് ചെയ്യാൻ ഞാൻ പറയുന്ന സമയത്ത് മാത്രം ഒന്ന് വിരൽ തൊടുക, പറഞ്ഞ പണി ചെയ്യുക, വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതിനൊരു ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. ഇൻഡിവിജ്വലി ഞാനും നീയും മാത്രമുള്ളൊരു സംസാരമായിട്ട് ഇതിനെ എടുത്താൽ മതി. ഇവിടെ കുറേ ആളൊന്നുമില്ല, ഞാൻ നിന്നോടാ പറയണേ. നീ അങ്ങനെ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നീ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന ചില പോയിന്റുകൾ നിങ്ങൾക്ക് മിസ്സാവും. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടെ പറയുന്നുണ്ട് കുഞ്ഞെ, നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാനത് പറയുന്നു. ഇൻ ഹാലോ അരീൻസ് ദി ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഹാലജൻ ഈസ് ഹാവിങ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഡ്യൂ ടു റെസൊണൻസ്. ഒന്നാമത്തെ കാര്യം എഴുതി. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഈ ഹാലോ ആൽക്കെയിനിലെ ഈ കാർബൺ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഹാലോ അരീൻ ആകുമ്പോൾ ബെൻസീൻ റിംഗ് അല്ലേ? ബെൻസീൻ റിങ്ങിലുള്ള ഈ കാർബൺ എന്ന് പറയുന്നത് sp2 ആണ്. ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് sp2 ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും sp3 ആണോ sp2 ആണോ വലുത്? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ വലുതും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ചെറുതുമാണ്. sp ആകുമ്പോൾ വീണ്ടും ചെറുതാകും. കാർബണിൻ്റെ സൈസ് തന്നെ ചെറുതാകും. അപ്പോൾ നമ്മളിപ്പോൾ sp കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. sp3 ഉണ്ട് sp2 ഉണ്ട് എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ആൽക്കൈൽ ഹാലൈഡും ഹാലോ ആൽക്കെയിനും ഹാലോ അരീനും തമ്മിലുള്ള കമ്പാരിസൺ ആണല്ലോ നമ്മുടെ ചർച്ച.
എടാ ഒന്ന് പിടിച്ചേ, ഹാലോ ആൽക്കെയിനിൽ ചിന്തിക്കണേ, വെറുതെ നോക്കിയിരിക്കല്ലേ. ഹാലോ ആൽക്കെയിനിൽ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എത്ര? ഞാനിവിടെ പറഞ്ഞു sp3 ആണ്. ഹാലോ അരീനിൽ ബെൻസീൻ റിങ്ങിൽ ഹാലജൻ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എത്ര? sp2 ആണ്. രണ്ടും ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറ, ആര് വലുത് ആര് ചെറുത്? sp3 വലുത്, sp2 ചെറുത്. ചെറുതാണെങ്കിൽ സ്ട്രോങ് ബോണ്ടല്ലേടാ ഉണ്ടാക്കുക, ചെറുതാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടല്ലേ ഉണ്ടാക്കുക. സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കും. കാരണം എന്താ? ചെറിയ ആളാണെങ്കിൽ ബോണ്ട് ലെങ്ത്ത് വളരെ ചെറുതാ. ബോണ്ട് ലെങ്ത്ത് ചെറുതാകുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത്ത് വലുതാകും. അങ്ങനെയല്ലേ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിലൊക്കെ പറയണേ? ബന്ധം കൂടുമ്പോൾ അകലം കുറയും, അല്ലെങ്കിൽ അകലം കൂടുമ്പോൾ ബന്ധം കുറയും. ഇവിടെ ഇപ്പോൾ അകലം വളരെ കുറവാണ്, ചെറിയ ആളാണ്, അപ്പോൾ അകലം വളരെ കുറവാണ്, അടുത്താ, അപ്പോൾ സ്ട്രോങ് ബോണ്ടായിരിക്കും. അപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്കുള്ള ബോണ്ടും sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്കുള്ള ബോണ്ടും തമ്മിൽ അകലത്തിൽ വ്യത്യാസമുണ്ട്. sp2 ആണെങ്കിൽ അകലം കുറവാണ്, അകലം കുറവാണെങ്കിൽ മോർ സ്ട്രോങ്ങർ ബോണ്ടാണ്. അപ്പോൾ അതൊന്ന് രണ്ടാമത്തെ റീസൺ ആയിട്ട് എഴുതി വെച്ചോ. ഇൻ ഹാലോ ആൽക്കെയിൻ, ആദ്യം ഇവൻ്റെ കഥ പറയാം. ഇൻ ഹാലോ ആൽക്കെയിൻ ഹാലജൻ ഈസ് അറ്റാച്ച്ഡ് ടു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഇൻ ഹാലോ ആൽക്കെയിൻ ഹാലജൻ ഈസ് അറ്റാച്ച്ഡ് ടു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഇൻ ഹാലോ ആൽക്കെയിൻ halogen is attached to sp3 hybridized carbon, but in haloarenes halogen is attached to sp2 hybridized carbon. Clear allada? Halogen is attached to sp2 hybridized carbon, which is more stronger bond. അങ്ങനെ എഴുതി വെച്ചാൽ മതി. which is more stronger bond. ഏത്? sp2 hybridized കാർബണുമായിട്ടുള്ള ഹാലജൻ്റെ ബോണ്ടാണ് more stronger bond. എഴുതിയെടുത്തോളൂ, which is more stronger bond. അപ്പോൾ നമ്മളെ ചർച്ച എന്താണെന്നൊന്ന് ഓർത്ത് വെച്ചോ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹാലോ അരീനാണ് ചർച്ച. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് ഹാലോ അരീനിന് മാത്രമല്ലല്ലോ ഹാലോ ആൽക്കെയിനും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ എന്ന് നമ്മൾ ഓർത്തത്. എന്നിട്ട് നമ്മൾ അവർ തമ്മിലുള്ള റിയാക്ടിവിറ്റിയുടെ ഓർഡർ എന്ന് പറഞ്ഞു. ഹാലോ ആൽക്കെയിൻസ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഹാലോ അരീനിന് കുറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്തു. അപ്പോൾ അറിവുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു 4 കാരണമുണ്ട് കുഞ്ഞെ. അതിലിപ്പോൾ 2 കാരണം ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തത്, എടാ നിങ്ങളൊന്ന് ചിന്തിക്കണ പോലെ അഭിനയിക്ക്. ഇവിടെ ഒരു ഹാലോ അരീനുണ്ട്. എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഹാലജൻ പോയിട്ട് പകരം മറ്റൊരു ന്യൂക്ലിയോഫൈൽ കയറി വരണമല്ലോ, അപ്പോഴല്ലേ അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആവുക. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആ ഹാലജൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം ഈ ബെൻസീൻ റിങ്ങിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവലല്ലേ അല്ലേ? ആ ഹാലജൻ പോയി കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ ഒരു പോസിറ്റീവ് ചാർജ് വരും. എന്നിട്ടല്ലേ അതിലേക്കൊരു ന്യൂക്ലിയോഫൈൽ കയറി വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? ഫിനൈൽ കാർബോകാറ്റയോൺ ഉണ്ടാകുന്നുണ്ട്. ഫിനൈൽ കാർബോകാറ്റയോൺ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഫിനൈൽ കാർബോകാറ്റയോൺ ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഫിനൈൽ കാർബോകാറ്റയോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. കാരണം ഈ ബെൻസീൻ റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വട്ടം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. എന്താണ് ഈ ബെൻസീൻ റിംഗിലെ വട്ടം? ബെൻസീൻ റിംഗിലെ വട്ടം എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുകളെ വന്നിട്ട് ഒരുമിച്ച് നമ്മൾ ക്യുമുലേറ്റീവായിട്ട് എഴുതിയതാണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക എന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. കാര്യം ഡബിൾ ബോണ്ടഡ് കാർബണുകൾ ഇലക്ട്രോനെഗറ്റീവ് ആണ് എന്നൊക്കെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. ബെൻസൈൽ കാർബോകാറ്റയോൺ അല്ല പറയണേ. ബെൻസൈൽ കാർബോകാറ്റയോൺ സ്റ്റേബിൾ ആണ്, അവിടെ റെസൊണൻസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഫിനൈൽ കാർബോകാറ്റയോണിനെ കുറിച്ചാണ്. ഫിനൈൽ കാർബോകാറ്റയോൺസ് ഹൈലി അൺസ്റ്റേബിൾ ആണ്, ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഈ ഹാലജൻ പോയിട്ട് നിങ്ങൾ ഈ ബെൻസീൻ റിങ്ങിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കേ. നിങ്ങൾ ഇതിന് സത്യം പറ. നിങ്ങൾ മനുഷ്യനാണല്ലോ, മനുഷ്യന്മാർ എന്നുള്ള ആൾക്ക് നിങ്ങൾക്ക് തോന്നുന്നത് പറ. ബെൻസീൻ റിങ് തലൻ്റെ മുകളിലുള്ള ഹാലജനെ ഒഴിവാക്കിയിട്ട് പകരം ഒരു ന്യൂക്ലിയോഫൈലിനെ അക്സെപ്റ്റ് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ബെൻസീൻ റിങ് ഇതിങ്ങനെ റിയലൈസ് ചെയ്യണേ, പടച്ചോനെ ആ ഹാലജനോട് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയത്തേക്കെങ്കിലും ഫിനൈൽ കാർബോകാറ്റയോൺ എന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മാറണമല്ലോ, അത് ഭയങ്കര അൺസ്റ്റേബിൾ അവസ്ഥയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ബെൻസീൻ റിങ്ങിന് അതിൻ്റെ തലയുടെ മുകളിലുള്ള ഹാലജൻ അവിടുന്ന് റിമൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമോ? നിങ്ങൾ മനുഷ്യന്മാർ എന്നുള്ള നിലക്കൊന്ന് ചിന്തിച്ചിട്ടൊന്ന് ഉത്തരം പറ. താല്പര്യം ഉണ്ടാവില്ല. ആരാണെങ്കിലും അങ്ങനെയല്ലേടാ, നിൻ്റെ തലൻ്റെ മേലുള്ള ഹാലജൻ പോയിട്ട് പകരം ഒരു ന്യൂക്ലിയോഫൈൽ വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. എത്ര കാലമായിട്ട് തീറ്റായിപ്പോൾ ഈ ഹാലജൻ അങ്ങനെ തലയിലേറ്റ് നടക്കുക. ഒരു വെറൈറ്റിക്ക് ഒരു ഹാലജൻ പോയിട്ട് വേറെ ന്യൂക്ലിയോഫൈൽ വന്നാൽ അതിപ്പോൾ അവർക്ക് വലിയ തിരക്കടില്ലാത്ത വിഷയം. പക്ഷേ ആ ഹാലജൻ പോകുന്ന സമയത്ത് അടുത്ത ന്യൂക്ലിയോഫൈൽ വരുന്നതിന് മുമ്പായിട്ട് ഒരു ഫിനൈൽ കാർബോകാറ്റയോൺ എന്നൊരു ഇൻ്റർമീഡിയറ്റ് അവസ്ഥ ഞാൻ ഓവർകം ചെയ്യേണ്ടതുണ്ട്, ആ ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ബെൻസീൻ റിംഗ് ഒരിക്കലും ആ റിയാക്ഷന് തയ്യാറാവില്ല.
അപ്പോൾ അയാൾക്ക് ആ റിയാക്ഷൻ നടത്താൻ ഒരു മടി ഉണ്ടാകും, സ്വാഭാവികം, ഉറപ്പല്ലേ, മനുഷ്യന്മാരാണല്ലോ, ബെൻസീൻ റിംഗ് ആണെങ്കിലും മനുഷ്യനാണല്ലോ. അപ്പോൾ ഈ തോന്നലുകളൊക്കെ ഉള്ളത് കൊണ്ട് ബെൻസീൻ റിംഗ് ഈ റിയാക്ഷനെ അത്രക്ക് പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ നാലാമത്തെ കാരണം ഇതാണ്. ഒറ്റ വാക്കിൽ നിങ്ങൾ എഴുതി തീർത്തോളൂ. ഫീനൈൽ കാർബോകാറ്റോൺ ഈസ് ഹൈലി അൺസ്റ്റേബിൾ. ആരാ കുഞ്ഞെ? ഫീനൈൽ കാർബോകാറ്റോൺ ഈസ് ഹൈലി അൺസ്റ്റേബിൾ. എഴുതുമോനെ, ഫീനൈൽ കാർബോകാറ്റോൺ ഈസ് ഹൈലി അൺസ്റ്റേബിൾ. ഫീനൈൽ കാർബോകാറ്റോൺ ഈസ് ഹൈലി അൺസ്റ്റേബിൾ. നാലാമൻ, പിടിച്ചോ മോനെ, നാലാമൻ ആരാണ്? നാലാമത്തെ കാരണം ഞാൻ കാണിച്ചുതരാം. ആരാ വന്നേക്കണോ നോക്കിക്കേ, ബെൻസീൻ റിങ്ങിലൊരു ഹാലജൻ. ആരാണ് ഈ ബെൻസീൻ റിങ്ങിലെ ഹാലജൻ? ഒന്നുമില്ല, ഹാലോ അരീൻസ്. നിങ്ങൾ നോക്കിയേ, ബെൻസീൻ റിങ്ങിൻ്റെ ഉള്ളിൽ ഒരു വട്ടം കണ്ടില്ലടാ. ഈ വട്ടം എന്താ ഉദ്ദേശിക്കണേ? ഈ വട്ടം കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ഡബിൾ ബോണ്ടുകളാണ്. ഡബിൾ ബോണ്ട്. എത്ര ഡബിൾ ബോണ്ട് ഉണ്ട് ഇവിടെ? ഇവിടെ 3 ഡബിൾ ബോണ്ടുകളുണ്ട്. ആ 3 ഡബിൾ ബോണ്ടുകൾ ഒരുമിച്ചല്ലടാ നമ്മളൊരു വട്ടായിട്ട് എഴുതണേ. അപ്പോൾ ആ 3 ഡബിൾ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺസ് ആയില്ലേ? ഓരോ ബോണ്ട് 2 ഇലക്ട്രോൺ ആണല്ലോ, 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഞാനതിനെ ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ ക്ലൗഡ്, ഒരു ഇലക്ട്രോണുകളുടെ ഒരു കൂട്ടം തന്നെ, ഒരു ക്ലൗഡ് തന്നെ ബെൻസീൻ റിങ്ങിൻ്റെ ഉള്ളിലുണ്ട്. ബെൻസീൻ റിങ് ഒരു സൈക്ലിക് സ്ട്രക്ചറാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. നിങ്ങൾ എന്നോട് പറ, ഇലക്ട്രോൺസിന് എന്താണ് ചാർജ്? നെഗറ്റീവ് ചാർജ്. ചുരുക്കം പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജിൻ്റെ ഒരു കടൽ തന്നെയുണ്ട്. ഇനി പറ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ ഈ ഹാലജൻ ഇവിടെ നിന്ന് പോയിട്ട് പകരം ഒരു ന്യൂക്ലിയോഫൈൽ അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടത്? എന്നോട് പറ കുഞ്ഞെ, ന്യൂക്ലിയോഫൈലിന് എന്താ ചാർജ്? ന്യൂക്ലിയോഫൈലിനും നെഗറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസ് ലവിങ് ആണല്ലോ, ന്യൂക്ലിയസ് ലവിങ് ആണ്. എന്താ ന്യൂക്ലിയസ് ലവിങ്? പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നവൻ. അപ്പോൾ ന്യൂക്ലിയസ് ലവിങ് ആയിട്ടുള്ള ഒരുത്തൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും, ഓഫ് കോഴ്സ്. അപ്പോൾ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു നോക്കിക്കേ, ഇവിടെ ബെൻസീൻ റിങ്ങിൽ ഓൾറെഡി നെഗറ്റീവ് ചാർജിൻ്റെ കടലുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ന്യൂക്ലിയോഫൈലിനും നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറ, ബെൻസീൻ റിങ് അയാളെ അട്രാക്റ്റ് ചെയ്യോ, റിപ്പൽ ചെയ്യോ? ഓഫ് കോഴ്സ് റിപ്പൽ ചെയ്യും. കാര്യം ഇയാൾക്കും നെഗറ്റീവ് ചാർജ്, വരുന്ന ആൾക്കും നെഗറ്റീവ് ചാർജ്. അപ്പോൾ ആ നെഗറ്റീവും തമ്മിലൊരു റിപ്പൾഷൻ ഉണ്ടാകും. ആ റിപ്പൾഷൻ കാരണം ന്യൂക്ലിയോഫൈലിന് ബെൻസീൻ റിങ്ങിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റൂല. കാരണം എന്താ? ഭയങ്കര റിപ്പൾഷനാ. അങ്ങോട്ട് വരാതെ ഇവിടെ നിന്ന് ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത് റിയാക്ഷൻ നടത്താൻ പറ്റുമോ? ബെൻസീൻ റിങ്ങിൻ്റെ അടുത്തേക്ക് എത്തണ്ടേ? അടുത്തെത്താതെ പിന്നെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആ പരിപാടി അല്ലടാ ഇത്. ഇവിടെ ഇങ്ങോട്ട് ആളിങ്ങോട്ട് എത്തണം, എത്തിയിട്ടല്ലേ ബാക്കി ഇടപാട് നടക്കുള്ളൂ. എത്തൂല. എത്തണമെങ്കിൽ എന്താ പരിപാടി? ന്യൂക്ലിയോഫൈലിന് നെഗറ്റീവ് ചാർജ്, ബെൻസീനിന് നെഗറ്റീവ് ചാർജ്, നെഗറ്റീവും തമ്മിൽ ദുഷ്മൻ തല്ലും പിടിയും. അവർ പിടിച്ചങ്ങോട്ട് ഒഴിവാക്കും, റിപ്പൾഷൻ ആയിരിക്കും. സോ റിയാക്ഷൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. ഡീലല്ലേടാ? അപ്പോൾ പറഞ്ഞു, നാലാമത്തെ നമ്മുടെ കാരണം എന്താ? ഹാലോ അരീൻസിന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റേറ്റ് കുറയാനുള്ള നാലാമത്തെ കാരണം ഇതാണ്. എഴുതിക്കോ, റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ബെൻസീൻ റിംഗ്. ഞാനെന്തോ പറഞ്ഞു? നിങ്ങൾ വല്ലതും കേട്ടോ? ഞാനെന്താ പറഞ്ഞേ? റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ. എഴുതൂ, റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ബെൻസീൻ റിംഗ്. റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ബെൻസീൻ റിംഗ്. ഓക്കെ അല്ലടാ? റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ബെൻസീൻ റിംഗ്. റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ബെൻസീൻ റിംഗ്. ചുരുക്കം പറഞ്ഞാൽ പറ, ഹാലോ അരീൻസിന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ താല്പര്യമുണ്ടോ? താല്പര്യമില്ലേ? താല്പര്യമില്ല. ഹാലോ അരീൻസിന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഹാലോ അരീൻസ് ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ നമ്മൾ വളരെ വിഗറസ് ആയിട്ടുള്ള സ്ട്രോങ് കണ്ടീഷൻസ് കൊടുക്കണം. ആ സ്ട്രോങ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്താലേ ഹാലോ അരീൻസ് എന്ത് ചെയ്യുള്ളൂ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് കാണിക്കുള്ളൂ. അപ്പോൾ അവിടെ എഴുതിക്കോ, ഹാലോ അരീൻസ്. എഴുതൂ, ഹാലോ അരീൻസ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് at strong conditions only എന്ന് ഒരു ബോക്സിലാക്കി എടുത്തെഴുതി വെച്ചോ. ഹാലോ അരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കാൻ മടിയുള്ളവനാണ്. അവനൊരു ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്നാലേ ഹാലോ അരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കുള്ളൂ. എക്സാമ്പിൾ, ഹാലോ അരീൻ കാണിക്കുന്ന ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതി വെച്ചോളൂ. എടാ, ഹാലോ അരീൻ, ബെൻസീൻ റിങ്ങിൽ ക്ലോറിൻ, ഹാലോ അരീൻ ആണല്ലോ. ആരോ മാർക്കിന് മുകളിൽ NaOH ഉണ്ട്. NaOH.
എടാ നിങ്ങൾ പറ, സാധാരണഗതിയിൽ NaOH ഉപയോഗിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു, ഹാലോ ആൽക്കൈനുകളാണ് ഇരുന്നെങ്കിൽ എന്താ സംഭവിച്ചിരുന്നത്? ആ ബെൻസീൻ റിങ്ങിലുള്ള ക്ലോറിൻ അവിടെ നിന്നാണ് പോയിട്ട് പകരം ഇവിടെ OH ഇങ്ങോട്ട് കയറിയിരിക്കും. അങ്ങനെയല്ലേടാ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ടേബിളൊക്കെ ഞാൻ തന്നില്ലേ? NaOH ആണ് റിയേജൻ്റ് എങ്കിൽ പ്രൊഡക്റ്റ് ROH ആണ്. അപ്പോൾ ഹാലജൻ പോയിട്ട് പകരം അവിടെ OH കയറിയിരിക്കും. പക്ഷേ ഹാലോ അരീൻസ് വളരെ ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് വെറും NaOH മാത്രം ഉപയോഗിച്ചാലൊന്നും ഈ റിയാക്ഷൻ നടക്കൂല. പകരം എന്തൊക്കെ വേണമെന്നറിയോ? കുറേ കുറുമ്പുകളുണ്ട് ഇവർക്ക്. ഞാൻ ഇനി പറഞ്ഞുതരാം. എന്താ അറിയോ? എടാ 623 കെൽവിൻ ടെമ്പറേച്ചർ വേണം. എന്താ വേണ്ടേ? 623 കെൽവിൻ ടെമ്പറേച്ചർ വേണം. പിന്നെ 300 ATM പ്രഷർ വേണം. ആരാമനെ? 300 ATM പ്രഷറും വേണം. പിന്നെ ഒരു അസിഡിക് കണ്ടീഷനും വേണം. ഇതെല്ലാം കൊടുത്താലേ ഹാലോ അരീൻ ഈ പറയുന്ന റിയാക്ഷൻ കാണിക്കുള്ളൂ. അപ്പോൾ എന്താ കിട്ടിയത്? ഫീനോൾ അല്ലേ കിട്ടണേ? ഫീനോൾ. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കൊമേഴ്ഷ്യലി നോൺ ആസ് ഡൗസ് പ്രോസസ്. ആരാണ് മോനെ? ഡൗസ് പ്രോസസ്. മരിച്ചാലും മറക്കരുത്, ഡൗസ് പ്രോസസ്. ഈ റിയാക്ഷൻ്റെ പേരാണ് ഡൗസ് പ്രോസസ്. അപ്പോൾ ക്ലോറോബെൻസീൻ അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ പ്രസൻസ് ഓഫ് NaOH അണ്ടർ 623 Kelvin ആൻഡ് 300 ATM പ്രഷർ ആൻഡ് അസിഡിക് മീഡിയം. It will undergo nucleophilic substitution to give phenol and this reaction is known as Dawes process. അപ്പോൾ ഡൗസ് പ്രോസസ് സിലബസിൽ രണ്ടിടത്ത് വരുന്നുണ്ട്. ഒന്ന് ഏതാ? ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത്. ഏതാ? ഹാലോ അരീനിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട്. ഇനി ഇതെവിടെ വരിക എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കിട്ടുന്ന ആൾ ഫീനോൾ അല്ലേടാ. അതുകൊണ്ട് ആൽക്കഹോൾ ഫീനോൾ എന്ന ചാപ്റ്ററിൽ ഫീനോളിനെ എങ്ങനെയെല്ലാം ഉണ്ടാക്കാം എന്നുള്ള ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ എന്നിടത്തും ഡൗസ് പ്രോസസ്സ് ഇനി ചർച്ച ചെയ്യും. നമ്മൾ ചർച്ച ചെയ്യില്ല. കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി ഡൗസ് പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമ്മൾ റഫർ എന്നൊരു വാക്ക് എഴുതിയിട്ട് നമ്മളത് അവസാനിപ്പിക്കും. കുഞ്ഞെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടേ. ഡൗസ് പ്രോസസ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും ഒന്ന് പഠിച്ചേ. ഹാലോ അരീൻസ് നോർമൽ കണ്ടീഷൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കില്ല. പഠിച്ചു. സ്ട്രോങ് കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ കാണിക്കൂ. ആ സ്ട്രോങ് കണ്ടീഷൻ കൊടുക്കാനാണ് നമ്മളിവിടെ 623 കെൽവിൻ ടെമ്പറേച്ചർ 400 ഡിഗ്രി സെൽഷ്യസായി, 400 350 ഡിഗ്രി സെൽഷ്യസായി, അതുപോലെ 300 ATM പ്രഷറും അതുപോലെ ആസിഡിക് മീഡിയം ഒക്കെ കൊടുത്തത്. എടാ, ഡൗസ് പ്രോസസ്സിനെ കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇതുകൂടി ഒന്ന് മനസ്സിലാക്കണം. അവിടെ എഴുതി വെച്ചോ. ഡൗസ് പ്രോസസ് ടേക്ക് പ്ലേസ് ഇൻ 2 സ്റ്റെപ്സ്. ഡൗസ് പ്രോസസ്സ് നടക്കുന്നത് 2 സ്റ്റെപ്പുകളിലായിട്ടാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ ക്ലോറോബെൻസീനിലേക്ക് ഞാൻ NaOH ആഡ് ചെയ്യും. എന്നിട്ട് 623 കെൽവിൻ ടെമ്പറേച്ചറും കൊടുക്കും, 300 ATM പ്രഷറും കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ബെൻസീൻ റിങ്ങിൽ ക്ലോറിൻ പോയി പകരം അവിടെ ONA ഉണ്ടാകും. ONA, അതിനെ നമ്മൾ സോഡിയം ഫിനോക്സൈഡ് എന്നാണ് പേര് വിളിക്കുക. സോഡിയം ഫിനോക്സൈഡ്. അങ്ങനെ ഉണ്ടായ സോഡിയം ഫിനോക്സൈഡിലേക്ക് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ H+ ആഡ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ അതെല്ലാം ഒറ്റ സ്റ്റെപ്പിലാണ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ H+ ആഡ് ചെയ്യുമ്പോഴാണ് ആ സോഡിയം ഫിനോക്സൈഡിൽ നമുക്ക് ഫീനോൾ കിട്ടുന്നത്. ഞാൻ എന്തിനാണ് എടുത്തു പറഞ്ഞേ? ആരോ മാർക്കിന് മുകളിൽ H+ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ പ്രത്യേകം നോക്കണം. ഡൗസ് പ്രോസസ്സിന് മനസ്സിലൂടെ തോന്നാൻ ഈ 623 കെൽവിനും 300 ATM NaOH ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിൽ ഉറച്ചു റിയാക്ഷൻ ഡൗസ് പ്രോസസ്സാണ്. അപ്പോൾ ഡൗസ് പ്രോസസ്സ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ഫീനോളും ആണല്ലോ. അപ്പോൾ ചാടിക്കയറി ഓപ്ഷൻ A ഫീനോളും ഉണ്ടാകും, ഓപ്ഷൻ B സോഡിയം ഫിനോക്സൈഡും ഉണ്ടാകും. നമ്മൾ ചാടിക്കയറി ഫീനോൾ കുത്തും. കുഞ്ഞെ തെറ്റിപ്പോയി. ഫീനോൾ ആവണമെങ്കിൽ ആര് മസ്റ്റ് H+ അവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കണം. ചിലപ്പോൾ ആരോ മാർക്കിന് മുകളിൽ H+ ഉണ്ടാവില്ല. അപ്പോൾ പ്രൊഡക്റ്റ് ആരാ? ഫീനോളല്ല, സോഡിയം ഫിനോക്സൈഡാ. നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഡൗസ് പ്രോസസ്സിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഇർക്ക്. എന്താണ്? NaOHും 623 കെൽവിനും 300 ATM പ്രഷറൊന്ന് മാത്രം കണ്ടാൽ അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഫീനോളല്ല, സോഡിയം ഫിനോക്സൈഡാണ്. H+ കൂടി ഉണ്ടെങ്കിലാണ് അത് ഫീനോളായിട്ട് മാറുക. പിന്നെ 2 സ്റ്റെപ്പിലാണ് ഡൗസ് പ്രോസസ്സ് നടക്കുന്നതെന്ന് മറക്കാതെ പഠിക്കുക. എടാ, ഇനി ഞാൻ പറയുന്നത് ഒരു ബോക്സിലാക്കി വെച്ചേ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റേറ്റ് ഹാലോ അരീൻസിന് വളരെ കുറവാണ് എന്നല്ലേ ഞാൻ പറഞ്ഞത്? അത് കൂട്ടാനൊരു പണിയുണ്ട്. എന്താ അറിയോ? അതിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടായാൽ മതി. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇൻക്രീസസ് ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് ദി റിയാക്ടിവിറ്റി ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ബോക്സിലാക്കി വെച്ചു. ബോക്സിലാക്കണേ, വെറുതെ പറയല്ല, ചുമ്മാ പറയല്ല, ബോക്സിലാക്കണം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസും ചെയ്യും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് റിയാക്ടിവിറ്റി. ഈ റിയാക്ടിവിറ്റി ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൂട്ടാൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടായാൽ മതി, കുറക്കാൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടായാലും മതി. അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട്
ഇപ്പോൾ നമ്മൾ പഠിച്ച റിയാക്ഷനിൽ എന്താണ് മാറ്റം എന്ന് നോക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ മോനെ, ഞാനൊരു ക്ലോറോബെൻസീൻ വരയ്ക്കുന്നുണ്ട്. ഈ ക്ലോറോബെൻസീനിലേക്ക് NaOH ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫീനോൾ തരണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ച് നിർത്തിയത്. 623 കെൽവിൻ ടെമ്പറേച്ചർ വേണം, 300 ATM പ്രഷർ വേണം, H+ൻ്റെ പ്രസൻസ് വേണം എന്നെല്ലാം പറഞ്ഞു. എന്നാൽ ഈ ക്ലോറോബെൻസീൻ്റെ പാരാ പൊസിഷനിൽ ഒരു NO2 ഗ്രൂപ്പ് ഉണ്ട് എന്ന് വെറുതെ വിചാരിക്കുക. എന്താ ഞാൻ പറഞ്ഞേ? ക്ലോറോബെൻസീൻ്റെ പാരാ പൊസിഷനിൽ ഒരു NO2 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. എടാ, NO2 എന്ന ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. NO2 എന്നുള്ള ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, ഇലക്ട്രോണിനെ നന്നായി വലിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പ്രൊഡക്റ്റിലും ഇവിടെ പാരാ പൊസിഷനിൽ ഒരു NO2 ഉണ്ടാകും. ഓക്കെ, പക്ഷേ NO2 ഗ്രൂപ്പ് വരുമ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോടാ? ക്ലോറോബെൻസീനിന് ഈ റിയാക്ഷൻ കാണിക്കാനുള്ള റിയാക്ടിവിറ്റി കൂടും. ഹലോ, ഞാനെന്താ പറഞ്ഞേ? റിയാക്ടിവിറ്റി കൂടും. കാരണം എന്താ? NO2 ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ റിയാക്ടിവിറ്റി കൂടുമെന്നും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ റിയാക്ടിവിറ്റി കുറയുമെന്നുമല്ലേടാ ഇന്ന് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. റിയാക്ടിവിറ്റി കൂടി എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക എന്നറിയോ? അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. നേരത്തെ 623 കെൽവിൻ ടെമ്പറേച്ചർ വേണമായിരുന്നില്ലേ? ഇപ്പം അത് 443 കെൽവിൻ ടെമ്പറേച്ചർ മതി. ആഹാ, ഒന്ന് നോക്കിക്കേ, ഞാനെന്താ പറഞ്ഞേ? 623 കെൽവിൻ ടെമ്പറേച്ചർ ഇല്ലാതെ ഈ റിയാക്ഷൻ അങ്ങോട്ട് നടക്കൂല എന്ന് വാശി പിടിച്ചവന് 443 കെൽവിൻ ടെമ്പറേച്ചർ എത്തിയപ്പോഴേക്കും റിയാക്ഷൻ നടന്നു കാണിച്ചു തന്നു. അതിനർത്ഥം എന്താ? അയാളുടെ വാശിയും കുറുമ്പും ഒക്കെ ഒന്ന് കുറഞ്ഞു എന്നല്ലേടാ അതിനർത്ഥം. അയാൾ റിയാക്ഷൻ നടത്താൻ കുറച്ചുകൂടെ താല്പര്യം കാണിച്ചു എന്നല്ലേടാ അതിനർത്ഥം. പ്രഷർ നേരത്തെ 300 ATM പ്രഷർ ഇല്ലായിരുന്നോ? ഇപ്പോൾ അതൊന്നും വേണ്ട, 1 ATM മതി, അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ മതി. നോർമൽ എക്സ്ട്രാ നമ്മൾ പ്രഷറൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ H+ കിടന്നോട്ടെ. H+ എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോഡിയം ഫിനോക്സൈഡിൽ നിന്ന് ഫീനോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് H+. എനിവേ, നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേടാ, ഒരു പാരാ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് വന്നപ്പോഴേക്കും ഇയാളുടെ റിയാക്ടിവിറ്റി കൂടി. റിയാക്ടിവിറ്റി കൂടി എന്ന് എങ്ങനെ മനസ്സിലായി? ഇയാളുടെ കണ്ടീഷൻസ്, റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞു. എന്നാൽ എനിക്ക് ഭ്രാന്താണല്ലോ, ഞാൻ എന്ത് ചെയ്തു? ഇപ്പോൾ പാരാ പൊസിഷനിൽ NO2 ഉള്ളതിൻ്റെ പുറമെ ഒരു ഓർത്തോ പൊസിഷനിൽ കൂടി എക്സ്ട്രാ ഞാൻ NO2 കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് നോക്കിക്കോട്ടെ മോനെ? ക്ലോറോബെൻസീൻ ഉണ്ട്, ദാ ഈ ഓർത്തോ പൊസിഷനിൽ NO2 കൊടുത്തു, ഈ പാരാ പൊസിഷനിലും NO2 കൊടുത്തു, NaOH വെച്ച് ട്രീറ്റ് ചെയ്തു. എന്താ സംഭവിക്കുക? ഇതേ സാധനം ശരിക്കും ശ്രദ്ധിക്കണേ, ക്ലോറിൻ പോയി പകരം OH വരും. ഈ ഓർത്തോ പൊസിഷനിലുള്ള NO2 പാരാ പൊസിഷനിലുള്ള NO2 രണ്ടും അവിടെ തന്നെ ഉണ്ടാകും. ഇയാളുടെ കുറുമ്പ് നല്ലോണം കുറയും. കാരണം എന്താ? പാരയിലും മാത്രമല്ല ഓർത്തോയിലും ഇപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ കുറേ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നതിനനുസരിച്ച് ഇയാളുടെ റിയാക്ടിവിറ്റി നന്നായി കൂടും. സ്വാഭാവികമായും അയാൾക്ക് ആ റിയാക്ഷൻ നടത്താനുള്ള കണ്ടീഷൻസ് വളരെയധികം കുറഞ്ഞ് ഇപ്പോൾ അയാളുടെ കണ്ടീഷൻ എത്ര അറിയാം നിങ്ങൾക്ക്? 368 കെൽവിൻ ഉണ്ടായാൽ മതി, ഇടപാട് നടക്കും. 368 കെൽവിൻ ഉണ്ടായാൽ മതി, ഒരു H+ ഉണ്ടായാൽ മതി, പ്രശ്നം കഴിഞ്ഞു. 368 കെൽവിൻ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി തികയൂല. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ 373 അല്ലേടാ 100, ഇത് 95 ഡിഗ്രി ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് റിയാക്ഷൻ നടക്കും. 623 കെൽവിൻ ടെമ്പറേച്ചർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാ 2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നപ്പോഴേക്കും അയാൾ മയപ്പെട്ടു. സ്വാഭാവികമായും നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, എന്നാൽ പിന്നെ ഒരു NO2 കൂടി കൊടുത്താൽ എന്ത് സംഭവിക്കും? ഞാൻ കാണിച്ചു തരാം. ഇതാ കുഞ്ഞെ നോക്കിക്കോ, ക്ലോറോബെൻസീനിൻ്റെ 2 ഓർത്തോ പൊസിഷനുകളിലും ഈ പാരാ പൊസിഷനിലും ഞാൻ NO2 കൊടുക്കുകയാണ്. ഇതാ ഇവിടൊക്കെ NO2 കൊടുക്കുകയാണ്. എന്ത് ചെയ്താൽ മതി എന്നറിയോടാ? NaOHഉം H+ഉം മാത്രം ഉണ്ടായാൽ മതി. ഹലോ, ഇവിടെ റൂം ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടക്കും. എക്സ്ട്രാ നിങ്ങൾ ടെമ്പറേച്ചർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും NCERT അവിടെ വാം കണ്ടീഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു ചൂട്, ഒരു സുഖത്തിന് ഒരു ചെറിയൊരു ചൂട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുമെന്ന് മനസ്സിലാക്കാൻ ഞാനിവിടെ ആരോ മാർക്കിൻ്റെ താഴെ ചെറിയൊരു ഹീറ്റ് കാണിക്കുന്നുണ്ട്. എന്നല്ലാതെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ഇയാൾക്ക് കിട്ടണമെന്ന് ഇവിടെ കണ്ടീഷൻ ഇല്ല. എന്ത് സംഭവിക്കും? നേരെ റിയാക്ഷൻ നടക്കും. എല്ലാ ഓർത്തോ പൊസിഷനുകളിലും പാരാ പൊസിഷനിലും ആവശ്യത്തിന് NO2 ഗ്രൂപ്പ് വരികയും ഈ ക്ലോറിൻ പോയി പകരം അവിടെ OH വരികയും ചെയ്യും. മോനെ, ഇയാളുടെ പേരെന്താ? 2,4,6 ട്രൈനൈട്രോഫീനോൾ എന്നല്ലടാ UPSC നോമൻക്ലേച്ചർ പ്രകാരം ഇയാളെ നമ്മൾ പേര് വിളിക്കുക ട്രൈനൈട്രോഫീനോൾ എന്ന് പേര് വിളിക്കും. ഇദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്ന ഒരു നല്ല വാക്കുണ്ട്. ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. എന്താ കുഞ്ഞെ? പിക്രിക് ആസിഡ്. പഠിച്ചു വെച്ചോ, പിക്രിക് ആസിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പിക്രിക് ആസിഡ്. അപ്പോൾ 2,4,6 ട്രൈനൈട്രോ ക്ലോറോബെൻസീനിലേക്ക് NaOH ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു ഇക്ലിപ്പെടുത്തുന്ന ചൂട് മാത്രം കൊടുത്താൽ മതി.
ഒരു ചെറിയൊരു H+ൻ്റെ അസിഡിക് കണ്ടീഷൻ കൊടുത്താൽ മതി, പിക്രിക് ആസിഡ് ഉണ്ടാകും, 2,4,6 ട്രൈനൈട്രോഫീനോൾ ഉണ്ടാകും. അപ്പോൾ ഈ കാണുന്ന 3 റിയാക്ഷൻസും നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ വസ്തുതയെ ന്യായീകരിക്കുന്നതാണ്. എന്താ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ഹാലോ അരീൻസ് വെരി ലെസ് റിയാക്റ്റീവ് ആണ്, അതിൻ്റെ റിയാക്ടിവിറ്റി കൂടാൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടായാൽ മതി എന്നതായിരുന്നു നമ്മുടെ ചർച്ച. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. കുഞ്ഞെ, ഇവിടെ 5 ആളുകളെ തന്നിട്ടുണ്ട്. ആ 5 ആളുകളെയും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് 5 പേരും ആരാണെന്ന് നോക്കാം. ഒന്നാമൻ ക്ലോറോബെൻസീനാണ്, അതിനൊരു റെഫറൻസ് ആയിട്ട് അവിടെ കിടന്നോട്ടെ. ബാക്കി ബിയിലും സിയിലും ഡിയിലും ഇയിലൊക്കെ ക്ലോറോബെൻസീൻ തന്നെയാണല്ലോ. പാരാ പൊസിഷനിൽ എക്സ്ട്രാ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടുണ്ട് എന്നല്ലേടാ ഇവിടെ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ബിയിൽ പാരാ പൊസിഷനിൽ ആരാ ഉള്ളത് നോക്കിയേ, CH3 ഗ്രൂപ്പാണ്. ഞാൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, ചെറിയ രൂപത്തിൽ ഇലക്ട്രോണിനെ കൊടുക്കുന്നവനാണ്. സി ആരാടാ? OCH3 ഗ്രൂപ്പാണ്. OCH3 എന്ന ഗ്രൂപ്പ് ഇലക്ട്രോണിനെ നന്നായി ഡൊണേറ്റ് ചെയ്യുന്നവനാണ്. അപ്പം നല്ലോണം കൊടുക്കും. ദാ OCH3 ഒരുപാട് ഡൊണേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വരുന്ന ആൾ NO2 ഗ്രൂപ്പ് ഭയങ്കര വലിയാണ്. NO2 ഗ്രൂപ്പ് ഇലക്ട്രോണിനെ ഭയങ്കരമായിട്ട് വിഡ്രോ ചെയ്യുന്നവനാണ്. SO3H ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുമെങ്കിലും NO2 വലിക്കുന്ന വലിയൊന്നും SO3Hന് വലിക്കാൻ പറ്റൂല എന്നുള്ളതൊക്കെ ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്, ഓൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്, ഓൾ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്നൊക്കെ പേരിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ കഥ പറ. ഏറ്റവും നന്നായി ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന പൊസിഷൻ ഏതോ അവിടെ ഇയാളുടെ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലായിരിക്കും. അങ്ങനെയല്ലേ കഥ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ദാ ഇവിടെയാണ് ഏറ്റവും നന്നായി ഇലക്ട്രോണിനെ വലിക്കുന്നത്. അതുകൊണ്ട് ഡി ആണ് ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല റിയാക്റ്റീവ്. പിന്നെ ചെറിയൊരു വലിക്കുന്നുണ്ട് ഇയിൽ. പിന്നെ നമ്മൾ റെഫറൻസ് എടുത്തു ആരാ? എ. അതും കഴിഞ്ഞല്ലേ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുള്ളൂ. കാര്യം എയിൽ ആരുമില്ല, ഡൊണേറ്റിംഗും ഇല്ല, വിഡ്രോയിങ്ങും ഇല്ല, 0 എഫക്റ്റാണ്. ഇനി പറയുന്ന ബിയിലും സിയിലും ഡൊണേറ്റിംഗ് ഉണ്ട്. ഡൊണേറ്റിംഗ് ഉണ്ടെങ്കിൽ റിയാക്ടിവിറ്റി കുറയും. റിയാക്ടിവിറ്റി എവിടെയാണ് നന്നായി കുറയുക? നല്ലോണം ഇലക്ട്രോണിനെ കൊടുക്കുന്നിടത്ത് നല്ലോണം റിയാക്ടിവിറ്റി കുറയും. അതേതാ? സി അല്ലേടാ വരിക. അവിടെ ഏറ്റവും നന്നായി ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട്, അവിടെ ഏറ്റവും കുറവായിരിക്കും റിയാക്ടിവിറ്റി. അപ്പോൾ ബിയും സിയും എടുത്തു നോക്കിയാൽ ബി കഴിഞ്ഞ് ഏറ്റവും അവസാനത്തിലാണ് സി വരിക. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിൻ്റെ ഓർഡർ നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതേ ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ചിലർക്ക് അവസാനത്തെ ബിയും സിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയവരൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. കുട്ടികൾക്ക് മനുഷ്യന്മാർ എന്നുള്ള നിലയ്ക്ക് സംഭവിക്കുന്ന ചെറിയൊരു കറക്ഷനാണ്. അവസാനത്തെ 2 ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഒരു ബൈ മിസ്റ്റേക്ക് തെറ്റി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനത്തെ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു ഡയലോഗാണ്, ഏറ്റവും നന്നായി ഡൊണേറ്റ് ചെയ്യുന്നവനും ഏറ്റവും നന്നായി വിഡ്രോ ചെയ്യുന്നവനും 2 അറ്റങ്ങളിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ ആരാ ഏറ്റവും നന്നായി ഡൊണേറ്റ് ചെയ്യുന്നവനും ഏറ്റവും നന്നായി വിഡ്രോ ചെയ്യുന്നവനും ആരാണ്? സിയും ഡിയുമാണ്. ഏറ്റവും നല്ലോണം കൊടുക്കുന്നത് സിയും ഏറ്റവും നല്ലോണം വാങ്ങുന്നത് ഡിയുമാണ്. അവർ 2 അറ്റത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സിയും ഡിയും അറ്റത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ശരിയായിരിക്കും. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയായിട്ട് നിങ്ങൾ എഴുതണേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇവിടെ 6 ആളുകളുണ്ട്. ABCDEF ഉണ്ട്. 6 ആളുകളിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. എ എന്ന് പറയുന്നിടത്ത് 1 NO2, ബിയിൽ 2 NO2, സിയിൽ 2 NO2, ഡിയിലും 2 NO2, ഇയിൽ 3 NO2, എഫിൽ 4 NO2. 3 NO2. അങ്ങനെയല്ലേടാ ഉള്ളത്? അപ്പോൾ നോക്കിക്കേടാ, NO2കൾ കുറേ ഉണ്ട്, എണ്ണത്തിലും വ്യത്യാസമുണ്ട്, പൊസിഷനിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ? ഞാനിവിടെ മലയാളത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ആദ്യം എണ്ണം നോക്കണം. ആദ്യം എണ്ണം നോക്കണം. ആദ്യം എന്താ നോക്കേണ്ടത് പറ? എണ്ണം നോക്കണം. എണ്ണം ഈക്വൽ ആണെങ്കിൽ മാത്രം പൊസിഷൻ നോക്കണം, പിന്നെ പൊസിഷൻ നോക്കണം. ഓക്കെ, ആദ്യം എണ്ണം നോക്കണം, പിന്നെ പൊസിഷൻ നോക്കണം. അപ്പോൾ പൊസിഷൻ നോക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എണ്ണത്തിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ എയിൽ 1 NO2 ഉള്ളൂ, ബിയിൽ 2 NO2, സിയിലും 2 NO2. ഒന്നും നോക്കണ്ട. ഡിയിലും 2 NO2. അപ്പോൾ ഒന്നും നോക്കണ്ട. ഈ കാണുന്ന എയേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് ബിക്കും സിക്കും ഡിക്കും എല്ലാം. കാരണം അവിടെ NO2ൻ്റെ എണ്ണം എയിലുള്ളതിനേക്കാൾ കൂടുതലുണ്ട്. എണ്ണവും പൊസിഷനും ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം എണ്ണമാണ് നോക്കേണ്ടത്. എണ്ണം ഈക്വൽ ആണെങ്കിൽ മാത്രം പൊസിഷൻ നോക്കാൻ പാടുള്ളൂ.
അപ്പോൾ ഈ കാണുന്ന ബി സി ഡിയിലൊക്കെ 2 ഉണ്ട്, എന്നാൽ ഇയിലും എഫിലോ 3 ഉണ്ട്. അപ്പോൾ എന്തായാലും റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഇയിലും എഫിലും ആയിരിക്കും. കാരണം അവിടെ 3 NO2 ഗ്രൂപ്പ് ഉണ്ട്. NO2 ഗ്രൂപ്പുകളെല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണല്ലോ. അപ്പോൾ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വന്നാൽ റിയാക്ടിവിറ്റി കൂടും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഈ കാണുന്ന 6 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ഒന്നിരിക്കൽ ഇ ആണ്, അല്ലെങ്കിൽ എഫ് ആണ്. അപ്പോൾ ഇയും എഫും തമ്മിൽ ഇനി എങ്ങനെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക? കുഞ്ഞെ, എണ്ണം ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് പൊസിഷൻ നോക്കാനുള്ളത്. എണ്ണം ഈക്വൽ ആണെങ്കിൽ മാത്രം പൊസിഷൻ നോക്കുക. എന്താ പൊസിഷനിൽ നോക്കാനുള്ളത് എന്നറിയോടാ? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണെങ്കിൽ ഹൈ എഫക്റ്റ് ആയിരിക്കും. ഏതാടാ? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനുകളിൽ ഹൈ എഫക്റ്റ് ആയിരിക്കും. കമ്പാരേറ്റീവ്ലി ലെസ് എഫക്റ്റ് സംഭവിക്കുക മെറ്റാ പൊസിഷനിലാണ്. മെറ്റാ പൊസിഷനിലാണെങ്കിൽ ലെസ് എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണല്ലോ NO2. NO2 ഗ്രൂപ്പ് ഇലക്ട്രോണിനെ നന്നായി വലിക്കുന്നത് അവരേത് പൊസിഷനുകളിലാണെങ്കിലാണ്, ഓർത്തോകളിലും പാരയിലുമാണെങ്കിലാണ് ഏറ്റവും നന്നായിട്ട് വലിക്കുന്നത്. മെറ്റയിലാണെങ്കിൽ വലിക്കണില്ല എന്നല്ല, അവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാകും, റെസൊണൻസ് എഫക്റ്റേ ഇല്ലാതാകുന്നുള്ളൂ മെറ്റയിൽ. അപ്പോൾ ആ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണമുള്ള ഒരു വലിവ് അവിടെ ഉണ്ടാകും. എന്നാലും ഓർത്തോ പാരയിൽ വലിക്കുന്ന അത്രത്തോളം വലിവ് എവിടെ ഫീൽ ചെയ്യില്ല? മെറ്റാ പൊസിഷനിൽ ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് എണ്ണം ഈക്വൽ ആണെങ്കിൽ പൊസിഷൻ നോക്കണം. പൊസിഷനിൽ നിങ്ങൾ നോക്കേണ്ടത് ഓർത്തോ പാരാ പൊസിഷനുകളിലാണെങ്കിൽ ഭയങ്കര എഫക്റ്റ്, മെറ്റയിലേക്ക് വരുന്നതിനനുസരിച്ച് എഫക്റ്റ് കുറയും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഇ എന്നിടത്തും ഈ എഫ് എന്നിടത്തും എവിടൊക്കെയാണുള്ളത്? എഫ് ഒന്ന് നോക്കിയേ, എഫിൽ നോക്കിയേ, ഇതാ ഓർത്തോ, ഇത് പാരാ, ഇത് മെറ്റ. അടിപൊളി വലിവായിരിക്കും. കാരണം എന്താ? എല്ലാവരും 3 പേരുള്ളത് ഓർത്തോയിലും പാരകളിലും മാത്രമാണ്, മെറ്റയിലില്ല. ഇതാണ്ടോ 2 മെറ്റയും ഇവിടെ ഫ്രീ ആണ്. അപ്പോൾ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനുകളിലായി NO2 ഗ്രൂപ്പ് വന്നത് എഫിലായതുകൊണ്ട് അവനാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി. പിന്നെ ഇ വരും. അപ്പോൾ ഈൽ എന്തുകൊണ്ട് പറഞ്ഞു? ഈൽ കണ്ടില്ലേ, ഒരു NO2 ഗ്രൂപ്പ് ഇവിടെ മെറ്റാ പൊസിഷനിൽ വന്നത്. ഇയാൾ ഓർത്തോ, ഓക്കെ, ഇയാൾ പാരാ, ഓക്കെ, ഇയാൾ മെറ്റ ആകുമ്പോൾ എഫക്റ്റ് ഒന്നങ്ങോട്ട് കുറയും. അപ്പോൾ എഫിൽ നടക്കുന്ന അത്രത്തോളം വലിവ് ഈൽ ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? ഈ ത്രെഡ് വെച്ചിട്ട് നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിന് ശേഷമുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. കുഞ്ഞെ, ഈ കഴിഞ്ഞാൽ അടുത്തതാരാ വരേണ്ടത്? ബിയിലും സിയിലും ഡിയിലും 2 NO2 ആണ്. ഇവിടെ NO2 എവിടൊക്കെയാണ്? ഓർത്തോയിലും പാരയിലും. ഇവിടെ ഒരു പാരയിലും മെറ്റയിലും, ഇവിടെ മെറ്റയിലും. കണ്ടാൽ തന്നെ അറിയാം ഓർത്തോയിലും പാരയിലുള്ള ബി ഏറ്റവും കൂടുതൽ. പിന്നെ സി വരും. സിയിൽ എന്താ? ഒരു പാരയും ഒരു മെറ്റയും. പിന്നെ ആരാ? ഒരു ഡി. ഡിയിൽ എന്താ പ്രശ്നം? 2 മെറ്റയിലാണ്. മെറ്റയിലാകുന്നതിനനുസരിച്ച് എഫക്റ്റ് വളരെ കുറയും. ആൻഡ് ഫൈനലി ഏറ്റവും ലാസ്റ്റ് ഒരു NO2 മാത്രമുള്ള എ എന്ന് കിട്ടും. ദിസ് ഈസ് ദി ഫൈനൽ റിസൾട്ട്. എഫ് ഗ്രേറ്റർ ദാൻ ഇ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ എ. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് ഇത് ഞാൻ അറേഞ്ച് ചെയ്തത് എന്നുള്ളതിൻ്റെ ത്രെഡ് ഒന്നുകൂടെ പറയുന്നുണ്ട്. ആദ്യം നോക്കേണ്ടത് എണ്ണമാണ്. എണ്ണം കൂടുതലുള്ളിടത്ത് റിയാക്ടിവിറ്റി കൂടും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിലുള്ള കഥയാണ് കേട്ടോ പറയുന്നത്. ഡൊണേറ്റിംഗ് ആണെങ്കിൽ ഇത് നേരെ റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, വിഡ്രോയിങ് ആണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എണ്ണമാണ് ആദ്യം നോക്കേണ്ടത്. എണ്ണം ഈക്വൽ ആണെങ്കിൽ മാത്രം പൊസിഷൻ നോക്കുക. പൊസിഷൻ നോക്കുമ്പോൾ ഓർത്തോയിലും പാരയിലും കൂടുതൽ എഫക്റ്റും മെറ്റയിൽ കുറച്ച് എഫക്റ്റും എന്ന് ഓർക്കുക. കുഞ്ഞുങ്ങളെ, ഹാലോ അരീൻസ് കാണിക്കുന്ന 3 കെമിക്കൽ റിയാക്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷനായ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ ഹാലോ അരീൻസിന് താല്പര്യമില്ല എന്നും, അയാളുടെ താല്പര്യമില്ലായ്മക്ക് 4 കാരണങ്ങളുണ്ടെന്നും, അയാൾക്ക് താല്പര്യം തോന്നാൻ എന്തൊക്കെ ചെയ്യണം, കുറയാൻ എന്തൊക്കെ ചെയ്യണമെന്നും, ഇനി താഴെ കാണുന്ന കോമ്പൗണ്ടുകളിൽ ആർക്കാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതൽ നടക്കുക, ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുമുള്ള എല്ലാ ചർച്ചകളും ഇപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. എൻട്രൻസിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഇനി നമ്മൾ റിയാക്ഷൻ നമ്പർ 2 പോകുന്നു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കുഞ്ഞെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഹാലജൻ എന്ന് പറയുന്നത് ഓർത്തോ ഓർ പാരാ ഡയറക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ആർ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് പറയുന്നുണ്ട്. ഓർത്തോ ഓർ പാരാ ഡയറക്റ്റിംഗ് ആണ്. അഥവാ ഓൾറെഡി ഒരു ഹാലജൻ ബെൻസീൻ റിങ്ങിൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇനി എവിടെ വരണമെന്ന് ആ ഹാലജനാണ് തീരുമാനിക്കുക. ആ ഹാലജൻ്റെ തീരുമാനമാണ് ഞാനിവിടെ പറഞ്ഞത്. അത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഹാലജൻ്റെ തീരുമാനപ്രകാരം ഇനി ഇവിടെ പുതിയ ഗ്രൂപ്പുകൾ ഇങ്ങനെ വരും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് നോക്കിക്കോ. ഫ്യൂമിംഗ് HNO3. ആരാ ഫ്യൂമിംഗ് HNO3? ഈ 5 റിയാക്ഷൻസും നമ്മൾ ഹൈഡ്രോ കാർബണിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ഹെഡിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഈ കാണുന്ന എല്ലാ റിയാക്ഷൻസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാലും ഒരു ഓർമ്മ പുതുക്കൽ ചടങ്ങായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. എടാ, ക്ലോറോ ബെൻസീനിലേക്ക് ഫ്യൂമിംഗ് HNO3
വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ഫ്യൂമിങ് HNO3? നൈട്രേഷൻ. ഒരു NO2 ഗ്രൂപ്പ് എക്സ്ട്രാ വരും. എവിടെ വരണമെന്ന് ഈ ക്ലോറിനാ തീരുമാനിക്കുക. ഒന്നിരിക്കൽ ക്ലോറിൻ്റെ ഓർത്തോ പൊസിഷനിൽ വരും, അല്ലെങ്കിൽ ക്ലോറിൻ്റെ പാരാ പൊസിഷനിൽ വരും. ഈ ക്ലോറിൻ്റെ പാരാ പൊസിഷനിൽ NO2 വരും. ഈ കാണുന്ന രണ്ട് ടൈപ്പിനും പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഓൾവേസ് ഓർത്ത് വെച്ചോ, പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് മേജർ. എല്ലായിടത്തും ഇനി ഇവിടെ നിന്നാണ് കാണുന്ന 5 റിയാക്ഷൻസിലും പാരയിൽ ആൾ വരലാണ് മേജർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൽ ബെൻസീനിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അതിനർത്ഥം. അതറിയാവുന്നവന് ഇതിലൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി സൾഫണേഷനിലേക്ക് വരുമ്പോൾ ഫ്യൂമിങ് H2SO4 സൾഫണേഷനാണ്. എന്താ വ്യത്യാസം? ക്ലോറോബെൻസീനിൽ മാറ്റമില്ല. ഇനി എവിടെ ആൾ വരണം എന്നുള്ള പൊസിഷനിലും മാറ്റമില്ല. വരുന്ന ആളിൽ മാത്രമാണ് ചേഞ്ച്. നേരത്തെ NO2 ഗ്രൂപ്പ് വന്നതിന് പകരം ഇവിടെ SO3H എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരും. എന്ന പോലെ ഇവിടെയും ക്ലോറിൻ, ഇവിടെ SO3H എന്ന് വരും. ഓൾവേസ് പാരൈസ് മേജർ. ഇനി അത് എല്ലായിടത്തും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദ ക്ലോറിൻ ബാർ FeCl3 ക്ലോറിനേഷൻ നടക്കും. ഓൾറെഡി ക്ലോറിൻ ഉള്ളതിൻ്റെ ഓർത്തോ പൊസിഷനിലും ഓൾറെഡി ക്ലോറിൻ ഉള്ളതിൻ്റെ പാരാ പൊസിഷനിലും എക്സ്ട്രാ ഒരു ക്ലോറിൻ കൂടി വരും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ക്ലോറിനേഷൻ. ആൻഡ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്ത രണ്ട് റിയാക്ഷൻസിനെ നിങ്ങൾ അറിയും, ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് ആണ്. AlCl3 കണ്ടാൽ തന്നെ അറിയാം. CH3Cl ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷനാണ്. അപ്പോൾ ഇതിലുള്ള ക്ലോറിൻ ഇവിടുന്ന് പോയിട്ട് ബാക്കിയുള്ള ഈ CH3 ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിലേക്ക് കയറിയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതാ ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. ആ ക്ലോറിൻ്റെ ഓർത്തോ പൊസിഷനിൽ CH3 വരും, അല്ലെങ്കിൽ ക്ലോറിൻ്റെ പാരാ പൊസിഷനിൽ CH3 വരും. എല്ലാം സിമ്പിളാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റുന്ന എളുപ്പമുള്ള കാര്യമായതുകൊണ്ട്. അസൈലേഷനാണ് അടുത്തത്. അസൈലേഷനിലും ഇതുപോലെ തന്നെ ക്ലോറിൻ പോയി ബാക്കി കാണുന്ന കിടതാപ്പ് എന്താണോ അത് ബെൻസീൻ റിങ്ങിലേക്ക് കയറിയിരിക്കും. ഈ ക്ലോറിൻ പോയാൽ ബാക്കിയുള്ളത് COCH3 ആണല്ലോ. ആ COCH3 ബെൻസീൻ റിങ്ങിലേക്ക് കയറിയിരിക്കും. എവിടെ കയറിയിരിക്കും? ഒന്നിരിക്കൽ ഓർത്തോയിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ പാരയിൽ കയറിയിരിക്കും. കഴിഞ്ഞു. ഇതാ ഇവിടെ COCH3. പൊന്നുമക്കളെ, ഈ കാണുന്ന 5 റിയാക്ഷൻസിലും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കാരണം ഇത് നമ്മൾ പണ്ടേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും അതിൻ്റെ മെക്കാനിസവും എന്താണ്, അറീനിയം അയോണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടർ എന്താ, അതിന് എത്ര റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, ആരൊക്കെയാണ് അതിലുള്ള ഇലക്ട്രോഫൈലുകൾ, NO2+, SO3, CH3+ എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഹാലോണിയം അയോൺ, അസൈലോണിയം അയോൺ ഒക്കെ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നാണ്. ഞാൻ ഈ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അന്ന് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓർമ്മയില്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ല, നമ്മളാണല്ലോ ആവശ്യക്കാർ. എനിക്ക് ഓർമ്മയില്ല സാർ എന്ന് പറഞ്ഞിട്ട് ബുക്ക് മാറ്റി വെച്ചിട്ട് പണ്ടാരടങ്ങിയിരിക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. പക്ഷേ നമ്മളെ ക്ലാസ് പ്രോപ്പറായിട്ട് കാണുകയും അതിൽ നിന്ന് ഗുണം കിട്ടുകയും ചെയ്ത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നൊരു മാർക്ക് പോലും നീറ്റിനും ജെയ്ക്കും നഷ്ടപ്പെടരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ഒരാൾക്ക് പോലും അങ്ങനെ ബുക്ക് മാറ്റിവെച്ച് മാറിയിരുന്ന് ഇനി ഇത് എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞ് തേങ്ങാൻ പറ്റൂല. അപ്പോൾ എന്താണോ അറിയാത്തത് മനുഷ്യന്മാർ മറക്കും. ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ചിലതൊക്കെ മറക്കാറുണ്ട്. മറക്കുമ്പോൾ എന്താ ചെയ്യുക? അവിടെ ഒന്ന് പോയി നോക്കണം. മനുഷ്യന്മാർ അങ്ങനെയല്ലേ, എല്ലാ കാലത്തും എല്ലാവർക്കും എല്ലാതും ഓർമ്മ ഉണ്ടാവുമോ? ഇല്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നീ തേങ്ങുമ്പോൾ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വന്നിരിക്കുന്നവനോ നിൻ്റെ വീട്ടുകാർക്കോ നിൻ്റെ അയൽവാസിക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ 10 മടങ്ങ് ആവശ്യം എൻട്രൻസ് കിട്ടുക എന്നുള്ളത് നിൻ്റെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് അവിടെ വേറെ വർത്താനൊന്നുമില്ല. ബാക്കിയുള്ളവരോടൊക്കെ ഒന്ന് മാറിയിരിക്കാൻ പറ. എന്നിട്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്ക്. എന്നിട്ട് മറന്നു പോയതൊക്കെ ഒന്ന് നോക്ക്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇട്ട് വരുമ്പോൾ സാറേ ഇതൊക്കെ മറന്നിട്ടോ എന്ന് വിഷമമാവാനല്ല. അങ്ങനെ വിഷമമായിട്ട് നിനക്ക് തോൽക്കണമെങ്കിൽ നീ തോറ്റോ. പകരം ഇതൊക്കെ ഞാൻ മറന്നു എന്നുള്ളതൊന്ന് ഓർക്കാനായല്ലോ എന്ന് സന്തോഷത്തോടെ അവിടെ ഒന്ന് പോയിട്ട് നോക്കിയിട്ടൊന്ന് ഓർമ്മിച്ചിട്ട് വാ. കേൾക്കടാ, റിയാക്ഷൻ വിത്ത് മെറ്റലുമായിട്ട് ഹാലോ അരീൻസ് കാണിക്കുന്ന റിയാക്ഷൻസ് കുഞ്ഞുങ്ങളെ 2 എണ്ണമുണ്ട്. അതിലൊന്ന് ഒന്ന് ഫിറ്റിഗ് റിയാക്ഷനാണ്. വുഡ്സ് റിയാക്ഷൻ അല്ല, എഴുതിക്കോളൂ. ഒന്ന് ഫിറ്റിഗ് റിയാക്ഷനാണ്. ഫിറ്റിഗ് റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയും. ഫിറ്റിഗ് റിയാക്ഷൻ നമ്മുടെ വുഡ്സ് റിയാക്ഷൻ്റെ ഒരു ചേട്ടനായിട്ട് വരും. നിങ്ങൾ വുഡ്സ് റിയാക്ഷനെ ഒന്ന് കണ്ണടച്ച് മനസ്സിൽ ധ്യാനിച്ച് എല്ലാവരും ഒരു 2 മിനിറ്റ് വുഡ്സ് റിയാക്ഷനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് വുഡ്സ് റിയാക്ഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്തിട്ട് ആരായിരുന്നു അവിടുത്തെ റിയേജൻറ്റ്, എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് തിരിച്ചു വാ. വുഡ്സ് റിയാക്ഷൻ ഞാനിവിടെ ഒന്ന് കാണിക്കാം. 2 മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡിലേക്ക് സോഡിയം ബാർ ഡ്രൈതർ ഉപയോഗിക്കുമ്പോൾ 2 ഹാലജനും അവിടുന്ന് പോയിട്ട് പകരം 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിൽക്കുന്ന പരിപാടിയായിരുന്നു വുഡ്സ് റിയാക്ഷൻ. ഓർമ്മയില്ലേടാ? അപ്പോൾ ഒന്ന് പറ, വുഡ്സ് റിയാക്ഷൻ കാണിച്ചത് ഇവിടെ ആരാ? ഹാലോ ആൽക്കെയിൻസ് ആണ്. ഹാലോ ആൽക്കെയിൻസ് കാണിക്കുന്ന അതേ റിയാക്ഷൻ
ഹാലോ അരീൻസ് കാണിക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ്റെ പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എന്താ പരിപാടി? 2 മോളിക്യൂൾ ക്ലോറോബെൻസീന് വേണം. 2 മോളിക്യൂൾ ക്ലോറോബെൻസീൻ. നേരത്തെ 2 മോളിക്യൂൾ ഹാലോ ആൽക്കേൻ ഉണ്ടായ പോലെ. റിയേജൻറ്റിൽ മാറ്റമില്ല, സോഡിയം ഉണ്ട്, ഡ്രൈ ഈതർ ഉണ്ട്. പ്രൊഡക്റ്റിൽ മാറ്റമില്ല, ഇവിടുന്ന് ക്ലോറിൻ പോകും. എന്നിട്ട് 2 മോളിക്യൂൾ ബെൻസീൻ റിങ് ദിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നിന്ന് അവർ തമ്മിൽ അവരൊരു ബോണ്ട് ഉണ്ടാക്കും. അങ്ങനെ കിട്ടുന്ന പരിപാടി, കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ബൈഫിനൈൽ എന്ന് പേര് വിളിക്കുക. എന്താ കുഞ്ഞെ? ബൈഫിനൈൽ. അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാണ്? ബൈഫിനൈലാണ്. ഈ റിയാക്ഷൻ എന്തിന് ഇക്വലൻ്റ് ആണ്? വുഡ്സ് റിയാക്ഷൻ ഇക്വലൻ്റ് ആണ്. അതുകൊണ്ട് റിയേജൻ്റ് ആരാണ്? സോഡിയം ബാർ ഡ്രൈ ഈതറാണ്. ഉപയോഗിക്കുന്ന റിയാക്റ്റൻ്റ് എത്രണ്ണം വേണം? 2 എണ്ണം വേണം. അപ്പോൾ ആ 2 എണ്ണത്തിൽ നിന്ന് ഹാലജൻ പോയിട്ട് ബാക്കിയുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ, ബെൻസിൻ റിങ്ങുകൾ ഒന്നാകുന്ന പരിപാടിയെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഓമനിച്ച് വിളിച്ച പേരാണ് പറ ഫിറ്റിക് റിയാക്ഷൻ. ക്ലിയർ അല്ലേടാ? രണ്ടാമത്തെ റിയാക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് വുഡ്സ് റിയാക്ഷൻ എന്താണ്, ഫിറ്റിക് റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ആ വുഡ്സ് റിയാക്ഷനും ഫിറ്റിക് റിയാക്ഷനും ക്ലബ് ചെയ്ത് പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ, സിമ്പിളാ. എന്താ പറഞ്ഞേ? വുഡ്സ് റിയാക്ഷനിൽ ആൽക്കൈൽ ഹാലൈഡ് ആണല്ലോ ഉപയോഗിക്കണേ. ഫിറ്റിക് റിയാക്ഷനിൽ അറൈൽ ഹാലൈഡാണ് ഉപയോഗിക്കണേ. അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ്, ഫോർ എക്സാമ്പിൾ CH3Cl എന്ന് പറയുന്ന ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അറൈൽ ഹാലൈഡ്, ഫോർ എക്സാമ്പിൾ ക്ലോറോബെൻസിൻ എന്ന് പറയുന്ന ഒരു അറൈൽ ഹാലൈഡും സോഡിയം ബാർ ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാൻ അനുവദിച്ചാൽ എന്ത് സംഭവിക്കും? എടാ, ഹാലോ ആൽക്കേൻ മാത്രം ഉപയോഗിച്ചാൽ വുഡ്സ് റിയാക്ഷനും ഹാലോ അരീൻ ഉപയോഗിച്ചാൽ ഫിറ്റിക് റിയാക്ഷനുമാണ്. ഹാലോ ആൽക്കേനും ഹാലോ അരീനും ഒന്നിച്ചുപയോഗിക്കുന്നത് കൊണ്ട് ഈ റിയാക്ഷൻ്റെ പേര് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്നാണ്. എന്താണ് കുഞ്ഞെ? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. സിമ്പിൾ. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. വുഡ്സ് ഫിറ്റിംഗ് അല്ല, വുഡ്സ് ഫിറ്റിക്. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ക്ലിയർ അല്ലേടാ? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. അപ്പോൾ എന്താ കിട്ടുക? ഇവിടുന്ന് ക്ലോറിൻ പോകും, ഇവിടുന്നും ക്ലോറിൻ പോകും. ബെൻസീൻ റിങ്ങിൽ ഒരു CH3 ഗ്രൂപ്പ് കയറിയിരിക്കും. കഴിഞ്ഞു. ടോളുവിൻ കിട്ടും. ടോളുവിൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ ഹാലോ ആൽക്കേൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പോളി ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ ആയിട്ട്, ഒരു 10-20 മിനിറ്റ് മാത്രം ലെങ്ത് ഉള്ള ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അടുത്ത പാർട്ടിൽ കാണാം. അതോടുകൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതൊരു വീഡിയോ എന്ന് പറയാൻ മാത്രം ഉണ്ടാവില്ല, ഒരു ക്ലാസ് ഒന്നും പറയാൻ ഉണ്ടാവില്ല, ഒരു ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് കുറച്ച് ചാപ്റ്റർ ഏരിയ മാത്രമേ ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് ബാക്കിയുള്ളൂ. എല്ലാവിധ റിയാക്ഷൻസും നമ്മളിവിടെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഹാലോ ആൽക്കേൻ കഴിഞ്ഞ് ആൽക്കഹോൾ, ഫിനോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, അമീൻസ്, ബയോമോളിക്യൂൾസ്, ഇത്രയും ചാപ്റ്ററുകൾ ഈ A to Z ഓർഗാനിക് കെമിസ്ട്രിയുടെ സീരീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.